Good evening. Hello, okay, come on. Start ചെയ്യാം നമുക്ക്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ട്രിപ്പിളിൽ നടന്ന മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്കഷനാണ്. നമുക്ക് ആക്ച്വൽ എക്സാം പോലെ തന്നെ ബിസിനസ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഷഫിൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. 100 questions, 2 hours, 100 marks. First question. If Laplace index number is 90 and Paget's index number is 160, then Fisher's index number will be. So formula. So നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫോർമുല എന്താണ്? Fisher's index number. Is equal to root of Laplace index number into Paget's index number. That means root of 90 into 160. So 90 യുടെ റൂട്ട് എത്രയാണ്? 90 into 160. So 90 into 160. So അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 90 into 160 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എക്സാക്ട്ലി 120. 120. So answer 120. Okay, lay that. Second question. If the difference between mean and mode is 63, then the difference between mean and median will be. So നമുക്ക് n number of times സ്റ്റാറ്റിസ്റ്റിക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം ഇവിടെ? mean minus mod is equal to 3 into mean minus median. Mean minus mod is equal to 3 into mean minus median. So mean minus mod നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് എത്രയാണ്? 63 is equal to 3 into mean minus median. So നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Then the difference between mean and median. Mean minus median means എന്താണ്? ഡിഫറൻസ് ആണ്. Therefore നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? Therefore mean minus median is equal to 63 divided by 3 is equal to 21. 21. Okay. Second question answer 21. Then third one. A box contains. So നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡീസസ് ആൻഡ് ലോഗരിതംസിൽ n number of ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. എ ബോക്സ് കണ്ടെയ്ൻസ് ഒരു എത്ര എമൗണ്ട് ഒരു ബോക്സിലുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഒരു എണ്ണിലുണ്ടെന്ന് പറയും. ദെൻ ഇന്നാണ് അതിൻ്റെ ഡിനോമിനേഷൻ എന്ന് പറയും. ദെൻ നമ്പേഴ്സിൻ്റെ ഒരു റേഷ്യോ തരും. അത് വെച്ചിട്ട് ഒരു ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എ ബോക്സ് കണ്ടെയ്ൻസ് എത്രയാണ്? റുപ്പീസ് 56. 56 rupees ഉണ്ട് in the form of 1 rupee coins, 50 paise coins and 25 paise coins. 1 rupee coins, then 50 paise coins and 25 paise coins. Then ഇവിടെ റേഷ്യോ അല്ല തന്നിരിക്കുന്നത്, പകരം എന്താണ്?
number of 50 paise coins is double the number of 25 paise coins and 4 times the number of 1 rupee coins. അതായത് 50 paise coins എന്ന് പറയുന്നത് 25 paise coinsന്റെ ഇരട്ടിയാണ്, 1 rupee coinsന്റെ 4 ഇരട്ടിയാണ്. സോ 1 rupee coins എക്സാക്ട് എടുത്തു കഴിഞ്ഞാൽ 50 paise coins നമുക്ക് 4 ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 4x. ഈ 4x എന്ന് പറയുന്നത് 25 paise കോയിൻസിൻ്റെ 2 ഇരട്ടിയാണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം, 2x. നമുക്കതറിയാം 50 paise കോയിൻസ് 1 rupee കോയിൻസിൻ്റെ 4 ടൈംസ് ആണ്. 50 paise കോയിൻസ് 25 paise കോയിൻസിൻ്റെ 2 ഇരട്ടിയാണ്. സോ 25 paise കോയിൻസ് 2x. ദെർഫോർ ഒബ്വിയസ്ലി 50 paise കോയിൻസ് 4x വരും. 1 rupee കോയിൻസ് x. ദെർഫോർ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? Write an answer. So x plus value കൊണ്ട് multiply. X into 1 plus 4x into 0.50 plus 2x into 0.25 is equal to 56. So that means we can express here x plus 2x (0.5x) is equal to then 3.5x equal to 56. That implies x is equal to 56 divided by 3.5 16. Then നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് ചോദിച്ചിരിക്കുന്നത് number of 50 paise coins. 50 paise coins എത്രയാണ്? 4x ആണ്. 4x is equal to 16 into 4. എത്രയായിട്ടും exactly 64. 64 is the right answer. Okay അല്ലേ? Then fourth question. X square minus 2kx plus 16. X square minus 2kx plus 16 equal to 0. ഒരു quadratic equation തന്നിരിക്കുന്നു. Then quadratic equationന്റെ റൂട്ട്സിൻ്റെ നേച്ചർ തന്നുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. Will have equal roots when k equal to. So quadratic equation equal roots വരുന്നപ്പോഴാണ് equal roots implies b square minus 4ac equal to 0. So വേറെ ഒരു സെനാരിയോയിലും quadratic equation റൂട്ട്സ് ഈക്വൽ ആവില്ല. b square minus 4ac ഡിസ്ക്രിമിനൻറ്റ് is equal to 0 വരുമ്പോഴാണ് b square minus 4ac 0 വരുമ്പോഴാണ് b square minus 4ac 0 വരുമ്പോഴാണ് റൂട്ട്സ് ഈക്വൽ ആകുന്നത്. സോ ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ b എത്രയാണ്? 2k ആണ്. b മീൻസ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് മൈനസ് 2k ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a എത്രയാണ്? 1 c 16 ആണ് ഈക്വൽ ടു 0. So that implies 4k square minus 64 equal to 0. That implies 4k square minus 64 RHS like varumendavum plus 64. That implies k square equal to 16. That implies k equal to root of 16 means plus or minus 4. Plus or minus 4. Plus or minus 4. Okay le? Next question. Find the sum of all natural numbers between 250 and 1000 which are divisible by 3. So 250ക്കും 1000ും ഇടയ്ക്കുള്ള 3 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി 250 കഴിഞ്ഞാൽ 3 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന അടുത്ത നമ്പർ എത്രയാണ്? 252. നമുക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? 3 കൊണ്ട് ഡിവിസിബിലിറ്റി നോക്കുന്നത് ഡിജിറ്റ്സിൻ്റെ സം. ദാറ്റ് മീൻസ് 252 2 + 5 + 2 2 + 5 7 + 2 9 കിട്ടും. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? 250 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 252 ആണ്. ദെൻ ഒബ്വിയസ്ലി 255 ദെൻ 258 എക്സെട്ര 999.
അല്ലേ? 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് ഇത് എന്തായിട്ട് മാറി? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് മാറി. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വിത്ത് കോമൺ ഡിഫറൻസ് 3 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് മാറി. സോ സം കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ സം ഓഫ് എസ് എൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? n/2 ഇൻറ്റു എ പ്ലസ് എൽ. സോ ഇവിടെ ഫസ്റ്റ് ടൈം എയും അറിയാം, ലാസ്റ്റ് ടൈം എല്ലും അറിയാം, ബട്ട് n കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ n കണ്ടുപിടിക്കുന്ന ഫോമുല എന്താണ്? ലാസ്റ്റ് ടൈം nth ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 999 മൈനസ് 252 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 is equal to 999 minus 252 divided by 3 plus 1. That means 250 terms ഉണ്ട്. നേരിട്ട് കൊടുക്കുക. That means നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? yes 250 എന്നിന്റെ സ്ഥാനത്ത് 250 ഇട്ട് കൊടുക്കുക. 250 divided by 2 into 252 plus 999. 252 plus 999 into 125. 1,56,375. 1,56,375. Okay, അല്ലേ? Then, next question. Fifth term of a GP is cube root of 3. Then the product of first 9 terms is. So T5 of GP. GPയുടെ fifth term നമുക്ക് എങ്ങനെ എഴുതാം? A into R raised to 4 is equal to cube root of 3. നമുക്കതൊരു indices ഫോർമാറ്റിൽ എങ്ങനെ എഴുതാം? 3 raised to 1 by 3. Then the product of first 9 terms. സോ നമ്മൾ ജി പിയുടെ ഫിഫ്ത്ത് ടേം എ ഇൻറ്റു ആർ റേസ് ടു 4 എങ്ങനെയാണ് എടുത്തത്? ഫസ്റ്റ് ടേം എ ആയിട്ടും കോമൺ റേഷ്യോ ആർ ആയിട്ടും എടുത്തിട്ടാണ് നമ്മൾ എ ഇൻറ്റു ആർ റേസ് ടു 4 വരുന്നത്. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേം എ ആണെങ്കിൽ എ ആറ്, എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ്, എ ആർ റേസ് ടു 4, എ ആർ റേസ് ടു 5, എ ആർ റേസ് ടു 6, എ ആർ റേസ് ടു 7, എ ആർ റേസ് ടു 8. ഇതാണ് നമ്മുടെ 9 ടേംസ്. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയാൻ നോക്കിയാൽ അറിയാം. നോക്കെല്ലാം എ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 9 ടൈംസ് എ മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻഡീസസിൻ്റെ ഫോമാറ്റ് എന്താണ്? എ ഇൻറ്റു എ റേസ് ടു എ 9 ടൈംസ് മൾട്ടിപ്ലൈ മീൻസ് എ റേസ് ടു 9 ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യൂബ് എക്സെട്ര ആർ റേസ് ടു 8. ആർ മീൻസ് ആർ റേസ് ടു 1. സോ ഇൻഡീസസ് 8 ഇൻഡീസസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് പവർ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് ആഡ് ചെയ്യാം. Therefore, this can be written as a raised to 9 into r raised to 1 plus 2 plus 3 plus etc. up to 8. So, in the sum of first 8 natural numbers. Sum of first n natural numbers formula n into n plus 1 divided by 2. N is 8. That means a raised to 9 into n 8 ആണ്. 8 into 8 plus 1 divided by 2. 4 ആണ്. 8 plus 1 9 into 4 r raised to 36. So that implies a r raised to 4 the whole raised to 9. So ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്? a into r raised to 4 the whole raised to 9. So that means ഇതെന്ത് തന്നെയാണ്? a into r raised to 4 എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? 3 raised to 1 by 3. 3 raised to 1 by 3 the whole raised to 9. That means indices in a property applying 3 raised to 9 into 1 by 3. 3 cube. Try to make exactly 27. 27. So, sixth question answer 27. Okay. Then, next one. ലോജിക്കൽ റീസണിങ്ങിലെ ബ്ലഡ് റിലേഷനിലെ ഒരു ക്വസ്റ്റൻ ആണ്. റാം ആൻഡ് മോഹൻ ആർ ബ്രദേഴ്സ്. റാം ആൻഡ് മോഹൻ ആർ ബ്രദേഴ്സ്. സോ നമുക്ക് റാം മോഹൻ ബ്രദേഴ്സാണ്. സോ മെയിലിന് പ്ലസും ഫീമെയിലിന് മൈനസും കൊടുക്കുന്നു. ദെൻ
Shankar is Mohan's father. So that means Ramindeയും മോഹൻ്റെയും father ആണ് ആര്? Shankar. Chaya is Shankar's sister. Priya is Shankar's niece. So Shankar's niece എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ശങ്കറിൻ്റെ സിസ്റ്ററിൻ്റെ മകളായിട്ട് വരും. So that means നമുക്ക് എങ്ങനെ എടുക്കാം? Priya. Subhadra is Chaya's granddaughter. Chaya's granddaughter's daughter. That means ഇവിടെ ചായയുടെ ഡോട്ടറായിട്ട് പ്രിയ എന്ന് പറയുന്ന വേറെ കേസൊന്നും നമുക്ക് വേറെ ഒന്നും തന്നെ നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടില്ല. സോ പ്രിയയുടെ മകളാണ് ആര്? ശുഭ്ര. ശുഭ്ര. Then നമുക്ക് ചോദിക്കാം, how is Ram related to Shubhra? So Ram is Shubhra's brother വരൂ, അങ്കിൾ വരൂ, കസിൻ വരൂ, നെഫ്യൂ വരൂ. ഒബിയസ്ലി എന്ത് വരും? ഓക്കെ, റാം ശുഭ്രയുടെ അങ്കിൾ. Ram is the uncle of Shubhra. Okay, then next question. So modulus of x minus 2 plus modulus of x minus 3 equal to 7. So basically ഇങ്ങനെ വരുന്ന സെനാരിയോയിൽ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മോഡുലസിൻ്റെ ആക്ച്വൽ കോൺസെപ്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. നേരെ ചോയ്സ് മെത്തേഡ്. സോ ഒബിയസ്ലി എന്താണ് ചോയ്സ് മെത്തേഡ്? നമ്മൾ മോഡുലസിനകത്ത് എന്ത് വാല്യൂ വന്നാലും പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സിന് നമുക്ക് ആദ്യം ചോയ്സ് വെച്ചിട്ട് 6 ഇട്ട് കൊടുത്ത് നോക്കാം. പുട്ട് എക്സ് ഈക്വൽ ടു 6. പുട്ട് എക്സ് ഈക്വൽ ടു 6. So that implies modulus of 6 minus 2 plus modulus of 6 minus 3 എന്ന് പറയുന്നത് 4 plus 3 ആണ്, 7 ആണ്. So that means എന്താണ്? എക്സിൻ്റെ വാല്യൂ 6 ആകാം. ഉടനെ തന്നെ ചോയ്സ് എ മാർക്ക് ചെയ്യരുത്. നമുക്ക് ചോയ്സ് സി ബോത്ത് 6 ആൻഡ് 1 എന്നൊരു ചോയ്സ് ഉണ്ട്. Therefore നമുക്ക് എന്ത് ചെയ്യാം? അടുത്തോടെ നോക്കാം. പുട്ട് എക്സ് is equal to minus 1. That means minus 1 minus 2 plus minus 1 minus 3. That implies modulus of minus 3 plus modulus of minus 4. So modulus പുറത്തേക്ക് വരുമ്പോൾ എന്ത് കിട്ടും? 3 plus 4 exactly 7 കിട്ടും. So that means എക്സിന് 6 കൊടുത്തപ്പോഴും എക്സിന് minus 1 കൊടുത്തപ്പോഴും എക്സാക്ട്ലി എന്ത് കിട്ടി? നമുക്ക് ആൻസർ 7 തന്നെ കിട്ടി. Therefore നമുക്ക് എന്ത് പറയാം? ആൻസർ x is equal to 6 and minus 1. 6 and minus 1. 6 and minus 1. Okay. Then next question. The effective rate equivalent to nominal rate of 6% compounded monthly. So effective rate of interest formula is equal to 1 plus I the whole raised to n minus 1 into 100. So I എന്താണ്? I കൺവേർഷൻ പീരീഡിലെ അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ഇവിടെ കോമ്പൗണ്ടഡ് മന്ത്ലി ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ. സോ I ഈക്വൽ ടു എന്ത് വരും? I ഈക്വൽ ടു 0.06 ഡിവൈഡഡ് ബൈ 12. 0.06 divided by 12 is equal to 0.005. n 12 ആണ്. നേരെ ഇട്ട് കൊടുക്കുക. 1.005 raised to 12 minus 1 into 100. 1.005 into equal 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12 minus 1 into 100. Ready? 6.6177. That means നമ്മുടെ ചോയ്സിലേക്ക് എടുത്തു വരുന്നത് 6.61%. 6.61%. 6.61%. Sorry, 16%. 61 അല്ല 16. 6.16%. Okay. Then next one. The time reversal and factor reversal are. ഇതാണ് ടെസ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള തിയറി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Then solution of
6x plus y greater than or equal to 18, x plus 4y greater than or equal to 10 is. നമുക്ക് ചോയ്സ് മെത്തേഡിൽ നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഇതിൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡിൽ എന്താണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് നമുക്കിത് ഗ്രാഫ് വരച്ച് നമ്മൾ സോൾവ് ചെയ്യാറുള്ള എക്സാമിന് ചോയ്സ് മെത്തേഡാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇൻഇക്വാലിറ്റീസിൽ ചോദിക്കാവുന്നതാണ് ചോയ്സ് മെത്തേഡ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം സെക്കൻഡ് ചോയ്സിൽ 0 3 0 ഇവിടെ 3 ഇവിടെ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും 0 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 10 അല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ചോയ്സ് ബി ഒഴിവാക്കാം. ദെൻ 5 0. സോ 5 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 പ്ലസ് 0 5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ 10 അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, അത് ഒഴിവാക്കാം. നൺ ഓഫ് ദീസ് തൽക്കാലം ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ 0 18 നമുക്ക് 2 ഇൻഇക്വാലിറ്റീസും സ്യൂട്ട് ആവുമല്ലോ. 12 0 കൊടുത്താലും 2 ഇൻഇക്വാലിറ്റീസും സ്യൂട്ട് ആവുമല്ലോ. ദെൻ 4 2 കൊടുത്തു കഴിഞ്ഞാലും എക്സാക്ട്ലി 24 വരും. സെക്കൻഡ് കേസിൽ 4 8 10 വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വന്നത്. ഒബ്വിയസ്ലി 7 6ഉം സാറ്റിസ്ഫൈ ചെയ്യും. ദെർഫോർ ചോയ്സ് മെത്തേഡിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന എല്ലാ പോയിൻറ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻഇക്വാലിറ്റി പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ചോയ്സ് എ. ദെൻ നെക്സ്റ്റ് വൺ. Then difference between simple interest and compound interest on a certain sum for 3 years. So simple interest and compound interest നമ്മൾ difference for 3 years ആണെങ്കിൽ നമുക്ക് ഏത് ഷോർട്ട്കട്ട് ഫോർമുല യൂസ് ചെയ്യാം? pi² ഇൻറ്റു i പ്ലസ് 3 എത്രയും തന്നിരിക്കുന്നു 228.75. നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years അല്ലെങ്കിൽ 3 years. ഇങ്ങനെ ഒരു ക്വസ്റ്റൻ നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. സോ p ഇൻറ്റു i² ഇൻറ്റു i പ്ലസ് 3. സോ ഐ എത്രയാണ് ഇവിടെ? ഐ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമുക്കിവിടെ പി അല്ല ചോദിച്ചിരിക്കുന്നത്. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദ സം, ആ കണ്ടുപിടിച്ച പിയുടെ പുറത്ത് 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് പി കണ്ടുപിടിക്കാം. പി ഇൻറ്റു 0.05 സ്ക്വയർ ഇൻറ്റു 3.05 ഈക്വൽ ടു 228.75. സോ ദാറ്റ് ഇംപ്ലൈസ് പി ഈക്വൽ ടു ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് എഴുതി സമയം കളയരുത്. 0.05 ഇൻറ്റു ഈക്വൽ അടിക്കുക ഇൻറ്റു 3.05 ഈക്വൽ അടിക്കുക. നേരെ ആ കിട്ടിയത് പേപ്പറിലേക്ക് എഴുതി സമയം കളയുക. നേരെ എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ M+ മെമ്മറിയിലേക്ക് സേവ് ചെയ്യുക. ദെൻ 228.75 ഡിവൈഡഡ് ബൈ മെമ്മറി ഈക്വൽ MRC ദെൻ ഈക്വൽ. സോ ദാറ്റ് മീൻസ് പി ഈക്വൽ ടു എത്ര കിട്ടും? 30,000. പി 30,000 ആണെങ്കിൽ നമുക്ക് പി എല്ലാം ചോദിച്ചിരിക്കുന്നത് സംടൈംസ് പി ആയിരിക്കാം ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ പി വെച്ചിട്ട് ഈ പിയുടെ പുറത്ത് ഈ ഒരു പ്രിൻസിപ്പലിൻ്റെ പുറത്ത് 2 വർഷം കൊണ്ട് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ഫോമുല എന്താണ്? പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n മൈനസ് 1 ഇട്ട് കൊടുക്കുക. 30,000 ഇൻറ്റു 1.05 സ്ക്വയർ മൈനസ് 1. സോ ദാറ്റ് ഇംപ്ലൈസ് 1.05 into equal to minus 1 into 30,000. Try to exactly answer 3,075. 3,075. Choice B. Then next question. 4 girls are seated for a photograph. Logical reasoning seating arrangement ഒരു ക്വസ്റ്റൻ ആണ്. 4 girls are seated for a photograph. Shika is to the left of Reena. So immediate left എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് റീന ദെൻ ഷിക എടുക്കുകയാണ്. ആകെ 4 പേരെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്ത് വരയ്ക്കാം. Shika is the left of Reena. Then Manju is the right of Reena. Rita is between Reena and Manju. So obviously റീനയ്ക്കും മഞ്ജുവിൻ്റെ ഇടയ്ക്കാറുണ്ട് റീറ്റ. ഇത് നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? ഹു ഈസ് സെക്കൻഡ് ലെഫ്റ്റ് ഇൻ ദ ഫോട്ടോഗ്രാഫ്? സോ ഫസ്റ്റ് ലെഫ്റ്റ് ഷിക്കയാണ്, സെക്കൻഡ് ലെഫ്റ്റ് എന്ത് വരും? നമ്മുടെ ആൻസർ റീന. സോ ചോയ്സ് എ ഈസ് ദ റൈറ്റ് ആൻസർ. ചോയ്സ് എ. Okay. Then
Next question. Alpha plus beta equal to -2 and alpha beta equal to -3. Alpha and beta are the roots of the equation. Which? So നമുക്കിവിടെ obviously roots alpha and beta ആണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. Alpha plus beta equal to -2. That means sum of roots ആണ് തന്നിരിക്കുന്നത്. Sum of roots. Then alpha beta is equal to -3. Product of roots. So that means നമുക്ക് എന്താണ് റൂട്ട്സ് തന്നാൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. Therefore quadratic equation കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? x square minus sum of roots into x plus product of roots. Product of roots equal to 0. That implies x square minus -2 into x plus product of roots എത്രയാണ്? -3 equal to 0. So that implies നമുക്ക് എന്ത് കിട്ടും? x square plus 2x minus 3 equal to 0. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതിനകത്ത് അവിടെ പർപ്പസ്ഫുള്ളി അവർ ചെയ്തിരിക്കുന്നത് സമ്മിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കുന്നു. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ആ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് എന്നുള്ള മൈനസ് വിട്ടുപോയാൽ നമുക്കൊരു ആൻസർ കിട്ടും. അത് ചോദിച്ചിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവുന്നുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും ആൻസർ? എക്സ് സ്ക്വയർ പ്ലസ് 2x minus 3 is equal to 0. Choice B is the right answer. Then next question. 6 children. Logical reasoning ഒരു question ആണ്. Seating arrangement. A, B, C, D, E and F are sitting in a row. B is between F and D. Fൻ്റെയും ഡിയുടെ ഇടയ്ക്കാണ് B. ചുമ്മാ ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. F, D, B. Then E is between A and C. E എന്ന് പറയുന്നത് ഉണ്ടോ എയുടെയും സിയുടെ നടക്കുകയാണ്. അതും കൂടെ വരച്ചാൽ നമുക്ക് എന്താണ് മൊത്തം 6 പേരേ ഉള്ളൂ. 6 പേര് നമുക്ക് കിട്ടിക്കഴിയും. ബി ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇ ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. ഇ എന്ന് പറയുന്നത് എയ്ക്കും സിക്കും ഇടയ്ക്കാണ്. then അടുത്ത ഇൻഫർമേഷൻ നോക്കാം. ഇത് എവിടെ വരണം എന്നുള്ളതാണ്. എ ഇ സി ആണോ, സി എ ഇ ആണോ, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആണോ അത് വരേണ്ടതെന്ന് നോക്കാം. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. however എ ഡസ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു എഫ് ഓർ ഡി. ദാറ്റ് മീൻസ് എന്താണ്? എ ഇവിടെയും വരത്തില്ല, എ ഇവിടെയും വരത്തില്ല. ആൻഡ് സി ഡസ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു ഡി. സി എവിടെ വരത്തില്ല? ഇവിടെയും വരത്തില്ല. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താ പറയാം? സി ഇവിടെ ആയിരിക്കും വരുന്നത്, എ ഇവിടെ, ദെൻ ഇ. കണ്ടീഷൻ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തു. 6 പേരെ നമ്മൾ അറേഞ്ച് ചെയ്തു. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ എഫ് ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ സി ആൻഡ് ബി, അല്ലെങ്കിൽ ബി ആൻഡ് സി. F is sitting between B and C. Choice A. കണ്ടീഷൻസ് വായിക്കുക. ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു അറേഞ്ച്മെൻറ്റ് എടുക്കുക. വേണ്ട എന്താണോ നമുക്ക് ചോദിച്ചിട്ട് അത് പിക്ക് ചെയ്യാം. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആനുവൽ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്സ് പെർ 1000. സോ ആനുവൽ ഡെത്ത് റേറ്റ് പെർ 1000 equal to 39.4. so ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. ആനുവൽ ബർത്ത് റേറ്റ് ആണിത്. ആനുവൽ ഡെത്ത് റേറ്റ് പെർ 1000 19.4. സോ ഇതിനെ 8 ചെയ്യുമ്പോഴത്തേക്കും ആനുവൽ ഗ്രോത്ത് റേറ്റ് പെർ 1000 കിട്ടും. 20 എന്ന് കിട്ടും. 20. സോ നമുക്ക് വേണ്ടത് 1000 എപ്പോഴും റേറ്റ് പറയുന്നപ്പോഴാണ് 100ലാണ്. ദെയർഫോർ നമുക്ക് 100ലേക്ക് ആക്കുമ്പോൾ എത്രയാണ്? ആനുവൽ ഗ്രോത്ത് റേറ്റ് എത്രയിട്ടും നമുക്ക് 2%. 20 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 എന്ന രീതിയിൽ എടുക്കുമ്പോൾ 2%. സോ നമുക്ക് ഗ്രോത്ത് റേറ്റ് കിട്ടിയാൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ എന്താണ്? ഈ ആനുവൽ ഗ്രോത്ത് റേറ്റിൽ എന്താണ്? കോമ്പൗണ്ട് ചെയ്യണം. ആനുവൽ ഗ്രോത്ത് റേറ്റിൽ compound ചെയ്യണം. then number of years in which the population will be doubled. so that means ഇപ്പോഴുള്ള പോപ്പുലേഷൻ പ്രസൻറ്റ് പോപ്പുലേഷൻ പി ആണെങ്കിൽ ഫ്യൂച്ചറിൽ എത്ര വരണം? ഡബിൾ വരണം, 2p വരണം. so that means 2p is equal to p into 1.02 raised to en. അതായത് എത്ര വർഷം കൊണ്ടാണ് ഈ പി എന്ന് പറയുന്നത് 2p ആകുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. therefore നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? p get cancelled. സോ ചോയ്സ് നോക്കുക, എല്ലാം റൗണ്ട് ഫിഗേഴ്സ് വന്നിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ 1.02 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 2 അല്ലെങ്കിൽ 2നോട് ഏറ്റവും അടുത്ത് കിട്ടുന്ന വാല്യൂ ഏതാണെന്ന് കിട്ടിയാൽ നമുക്ക് ആൻസറിലേക്ക് വരാം. സോ ചോയ്സിൽ ഇങ്ങനെ അല്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വന്നേനെ? ലോഗിൻ്റെ
കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടി വന്നേനെ. സോ ഇവിടെ നമുക്ക് നോക്കാം 1.02 into equal 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 നമുക്ക് 1.64 കിട്ടുന്നുള്ളൂ. 26, 27, 28, 29, 30 1.81 ഉള്ളൂ. 31, 32, 33, 34, 35 1.999889 കിട്ടും. ദാറ്റ് മീൻസ് 2 അത്രത്തോളം അടുത്തുള്ള ഒരു വാല്യൂ ആണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം, n is equal to 35 years. 35 years. n is equal to 35 years. n is equal to 35 years. Choice A. Then next question. Standard deviation of first n natural numbers is 12. Then the value of n. So first n natural numbers in the standard deviation കണ്ടുപിടിക്കുന്ന shortcut formula എന്താണ്? Standard deviation കണ്ടുപിടിക്കുന്ന standard deviation of first n natural numbers root of n square minus 1 divided by 12. എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നു? 12 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ആണ്. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൻ്റെ LHSഉം RHSഉം നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ LHS സ്ക്വയർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ സ്ക്വയർ റൂട്ട് ഓഫ് എന്നുള്ള റൂട്ട് അങ്ങ് ഒഴിവാക്കും അല്ലേ. റൂട്ട് മീൻസ് റേസ് ടു 1/2. അതിനെ സ്ക്വയർ ചെയ്താൽ ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സാക്ട്ലി ആ റൂട്ടിനകത്തുള്ള വാല്യൂ കിട്ടും. സോ ദാറ്റ് മീൻസ് n square minus 1 divided by 12. n square minus 1 divided by 12. സോ ഇത് 12 അല്ല 2 ആണ് അല്ലേ. സോ RHS 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4. ഇനി എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? n square minus 1 equal to 12 into 4, 48. So that implies n square equal to ഈ minus 1 RHSലേക്ക് ഒരു +1 ആകും, 49. That implies n is equal to root of 49. ഒരിക്കലും നമുക്ക് എന്താണ്, +or-7 ആണ് ആക്ച്വലി വരുന്നത്. ബട്ട് ഒരിക്കലും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എണ്ണം ഒരിക്കലും മൈനസ് നെഗറ്റീവ് വാല്യൂ വരത്തില്ല. ഒബ്വിയസ്ലി പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 is the right answer. n is equal to 7. n is equal to 7. Okay. Then next question. Eight persons A, B, C, D, E, F, G, H are sitting in a line. E sits second right to D. E. So just D ക്ക് സെക്കൻഡ് റൈറ്റ്. സോ ഇവിടെ ഡി ഇതാണെങ്കിൽ സെക്കൻഡ് റൈറ്റ് ഇ എടുത്തു. ഇ സിറ്റ്സ് സെക്കൻഡ് റൈറ്റ് ടു ഡി. എച്ച് സിറ്റ്സ് ഫോർത്ത് ലെഫ്റ്റ് ടു ഡി. ഫോർത്ത് ലെഫ്റ്റ് ടു ഡി. സോ 1, 2, 3. ഫോർത്ത് ലെഫ്റ്റിലാണ് ആയിരിക്കുന്നത് എച്ച്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7. 7 പൊസിഷൻസ് നമ്മളെടുത്തു. 8 പേഴ്സൺസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. Then C and F are immediate neighbors. C and F are immediate neighbors. But C is not the immediate neighbor of A. G is the neighbor of E. G is not neighbor of E. Only 2 persons sit between A and E. Only 2 persons sit between A and E. So that means A നമുക്ക് ഇവിടെ കൊടുക്കാം. only 2 persons because D കൂടാതെ ഒരാളും കൂടെയാണ് in between എയ്ക്കും ഇക്കും ഇടയ്ക്കുള്ളത്. The person on left end and right and left end and right end respectively are. Okay. Then നമുക്ക് C and F are not immediate. C and F are immediate neighbors. C and F are immediate neighbors, but C is not immediate of A. So that means നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? F C. Then G is not the neighbor of E. That means G ഇവിടെ വരത്തുള്ളൂ. ഇനി നോക്കാം, A B കൂടെയാണ് ഇനി മിച്ചുള്ളത്, അതുകൂടെ അറേഞ്ച് ചെയ്തു. സോ അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ പേഴ്സൺ ഓൺ ദ ലെഫ്റ്റ് എൻഡ് ആൻഡ് റൈറ്റ് എൻഡ് ആർ റെസ്പെക്റ്റീവ്ലി ആർ. റൈറ്റ് എൻഡ് ആണ് റെസ്പെക്റ്റീവ്ലി ആർ. സോ ലെഫ്റ്റ് എൻഡിൽ ജിയും റൈറ്റ് എൻഡിൽ ഇയും ആണ്.
ലെഫ്റ്റ് എൻഡിൽ G ആൻഡ് റൈറ്റ് എൻഡിൽ E. ഒന്നിൽ കൂടുതൽ ഡയഗ്രാം ഒക്കെ വരച്ച് ഒരുപാട് സമയം നമ്മൾ കളയരുത്. എപ്പോഴും ഇതൊരു ടൈം ലിമിറ്റിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റും. Then A is to B, 2 is to 3, B is to C, 4 is to 5 and C is to D, 6 is to 7. Then A is to D ചോദിച്ചിരിക്കുന്നു. 3 റേഷ്യോസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കുക. ദെൻ ഒബ്വിയസ്ലി എയും ഡിയും പിക്ക് ചെയ്താൽ ആൻസറിലേക്ക് വരും. സോ ഫസ്റ്റ് A is to B is to C is to D, അത് നമ്മൾ ഷോർട്ട് കട്ട് ഫോമുല പഠിച്ചിട്ടുണ്ട്, ഷോർട്ട് കട്ട് ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. സോ ഓർഡറിൽ എഴുതുക. 2 is to 3, then 4 is to 5, 6 is to 7. സോ ഫസ്റ്റ് റോ എടുക്കുകയാണെങ്കിൽ 2 ടേം മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ടേമിന് തൊട്ടടുത്തുള്ള ടേം 3 ആണ്. സോ 3 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സെക്കൻഡ് റോ എടുത്താൽ 2 ടേം മിസ്സിംഗ് ആണ്. റൈറ്റ് എക്സ്ട്രീമിൽ 5 കൊണ്ട് റീപ്ലേസ് ചെയ്യുക, ലെഫ്റ്റ് എക്സ്ട്രീമിൽ 4 കൊണ്ടും. തേർഡ് റോ എടുത്തു കഴിഞ്ഞാൽ 6 ആണ് മിസ്സിംഗ് ടേമിൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ, 6, 6. സോ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. 3 നമുക്ക് കറസ്പോണ്ടിങ് കോളംസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അടുത്ത ഷോർട്ട് കട്ട് ട്രിക്കിൽ 3 അടുത്ത് വന്നിട്ടുണ്ട്. റേഷ്യോ എപ്പോഴും നമ്മൾ എന്താണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ്. കൊണ്ട് കോമൺ ടേം ഉണ്ടെങ്കിൽ എന്താണ് തൊട്ടടുത്ത സ്റ്റെപ്പിൽ വീണ്ടും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ കൊണ്ട് 3 ടേമിൽ 3 ഉണ്ട്. ഇവിടെ 6 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് 3 × 2 എന്ന് എടുക്കാം. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ഒഴിവാക്കാം? ഈ ഒരു 3 ഒഴിവാക്കിയാൽ ഇവിടുത്തെ 3, സോ റിമൈനിങ് എന്ത് മിച്ചം വരും? 4 × 2, 8 × 2, 16 is to 24 is to 30 is to 35. സോ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് 16, 24, 30, then 35. നമുക്ക് A is to B is to C is to D ആണ്. നമുക്ക് A യും D യും ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. A 16x ഉം D 35x ആണ് ആക്ച്വൽ വാല്യൂ. അത് തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A is to D നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 16x is to 35x എന്ന് എഴുതി സമയം കളയരുത്. നേരെ നമുക്കിങ്ങനെ എഴുതാം. സോറി, 16 is to 35. 16 is to 35. Okay. 16 is to 35. Then next question. X equal to 3 raised to 1 by 3 plus 3 raised to minus 1 by 3, then 3x cube minus 9x. So ഇവിടെ ഇത് നമ്മളൊരു ഷോർട്ട് കട്ട് ഫോമുല പഠിച്ചിട്ടുണ്ട്. സോ x is equal to p raised to 1 by 3 plus p raised to minus 1 by 3 ആണെങ്കിൽ that implies x cube minus 3x എന്ന് പറയുന്നത് എന്താണ്? p plus 1 by p അല്ലെങ്കിൽ p square plus 1 divided by p ആണ്. ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ x is equal to 3 raised to 1 by 3 minus, plus 3 raised to minus 1 by 3. That means x cube minus 3x. p യുടെ സ്ഥാനത്ത് ഇവിടെ എത്ര വന്നിരിക്കുന്നു? 3 വന്നിരിക്കുന്നു. That means 3 plus 1 by 3. x cube minus 3x is equal to 3. LCM എടുക്കുമ്പോൾ എത്ര കിട്ടും? 3 square 9 plus 1 divided by 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x ക്യൂബ് മൈനസ് 3x അല്ല ചോദിച്ചിരിക്കുന്ന, പകരം എന്താണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x ക്യൂബ് മൈനസ് 9x ഈക്വൽ ടു എക്സാക്ട്ലി 10. ടു ആൻസർ 10. ആൻസർ 10. ഷോർട്ട് കട്ട് ഫോമുല പഠിക്കുക. റെഗുലർ ബാച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഷോർട്ട് കട്ട് ഫോമുല. സോ ഫോമുല യൂസ് ചെയ്യുക, ആൻസറിലേക്ക് വരിക. സോ നമ്പർ ഓഫ് ടൈംസ് ഇതേപോലത്തെ ക്വസ്റ്റൻ നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ 3യുടെ സ്ഥാനത്ത് 4ഓ 5ഓ 7ഓ അങ്ങനെ പല രീതിയിൽ വരാം. പ്ലസിൻ്റെ സ്ഥാനത്ത് രണ്ടാമത്തെ മൈനസ്, അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിലെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 equal sum of money were lent at simple interest at 11% for 3.5 years and 4.5 years respectively. The difference in interest for 2 periods is 412.5. Then each sum is. So that means 3.5 വർഷത്തെയും 4.5 വർഷത്തെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ്. 3.5 വർഷവും 4 വർഷം 4.5 വർഷം നമ്മൾ ഡിഫറൻസ് ആക്ച്വലി എന്താണ്? 1 വർഷം. ബൈ 3 ആൻഡ് ഇതിവിടെയാണ് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റെപ്പ് എഴുതി സമയം കളയാം. ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നത്.
3.5 വർഷത്തെ ഇൻട്രസ്റ്റും 4.5 വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് പറഞ്ഞാൽ 1 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലാണെങ്കിലും 1 വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്യാം? PI is equal to 412.50. ഇവിടെ നമുക്ക് I തന്നിട്ടുണ്ട് 11% ആണ്. P into 0.11 is equal to 412.50. That implies P is equal to 412.5 divided by 0.11. Return 3,750. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന് PIT മൈനസ് PIT എന്ന് എടുത്തിട്ട് നമുക്ക് എന്താണ് ആൻസർ എക്സാക്ട്ലി സെയിം കിട്ടും. ബട്ട് കുറച്ചും കൂടെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ടൈം ലിമിറ്റിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 1 വർഷത്തെ ഡിഫറൻസ് എന്ത് ചോദിച്ചാൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒബ്വിയസ്ലി PI ആയിരിക്കും നമ്മുടെ ഫോമുല. I തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് P കണ്ടുപിടിക്കാം. P ആണ് തന്നിരിക്കുന്നെങ്കിൽ I നമുക്ക് ടൈം ലിമിറ്റിൽ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. Then next question. The cost function production of x units commodity given by C of x. So cost function C of x തന്നിട്ടുണ്ട് 2x cube minus 15x square plus 36x plus 15. So നമുക്ക് ഡെറിവേറ്റീവ് കാൽക്കുലസിൽ ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആൻഡ് ഇൻ്റഗ്രൽസിനകത്ത് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. കോസ്റ്റ് ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ദെൻ കോസ്റ്റ് വിൽ ബി മിനിമം when x is equal to. So മിനിമോ മാക്സിമം കണ്ടുപിടിക്കാൻ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും x dash x. That means ഡെറിവേറ്റീവ് 2x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 6x square minus 30x plus 36. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഇതിനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്യും? 0യോട് ഇക്വേറ്റ് ചെയ്യും. 6x square minus 30x plus 36 equal to 0. f dash x ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അത് 0യോട് ഇക്വേറ്റ് ചെയ്യും. അതിൽ നമ്മളൊരു x കണ്ടുപിടിക്കും. ദെൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മിനിമവും മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു എക്സാക്ട്ലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടിയത്. നമുക്ക് നോക്കിയാലറിയാം എല്ലാ ടേമിനെയും നമുക്ക് എത്രയാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു സിമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റാം. therefore 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഇംപ്ലൈസ് മിച്ചം എന്ത് വരും? x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നാൽ നമ്മൾ ഒരു കാരണവശാലും വേറെ സ്റ്റെപ്പ് ഒന്നും എഴുതി ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. നോക്കുക, സെക്കൻഡ് സം ഓഫ് റൂട്ട്സ് 5 വരണം. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് സം ഓഫ് റൂട്ട്സ് ഉണ്ട് മൈനസ് b ബൈ ആണ്. മൈനസ് അത് പ്ലസ് ആയിട്ട് മാറും. സം ഓഫ് റൂട്ട്സ് 5 വരണം. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് പ്ലസ് 6 വരണം. ഇതൊക്കെയായിരിക്കും നമ്പേഴ്സ്. ഒബ്വിയസ്ലി സം ഓഫ് റൂട്ട്സ് 5 പ്രോഡക്റ്റ് പ്ലസ് 6 വരണമെങ്കിൽ ഒബ്വിയസ്ലി റൂട്ട്സ് വരുന്നത് x ഈക്വൽ ടു 2 and 3 ആയിരിക്കും. 2ഉം 3ഉം ആയിരിക്കും. ദെൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ദ കോസ്റ്റ് വിൽ ബി മിനിമം. എക്സിന് 2ഉം 3ഉം ആകാം. കോസ്റ്റ് മിനിമം ആകുന്ന എപ്പോഴാണ്? സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് C ഡബിൾ ഡാഷ് എക്സ്, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇവിടെ നോർമലി സ്റ്റുഡൻസ് പറഞ്ഞ് സിംപ്ലിഫൈ ചെയ്തതിൻ്റെ പിന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കരുത്. ബിക്കോസ് നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ബട്ട് ആക്ച്വൽ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 6x സ്ക്വയർ മൈനസ് 30x പ്ലസ് 36 ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 12x മൈനസ് 30. x ഈക്വൽ ടു 2 ആണെങ്കിൽ 12x എത്ര വരും? 24 മൈനസ് 30. ദാറ്റ് മീൻസ് -6 ലെസ് ദാൻ 0. ലെസ് ദാൻ 0 ഇംപ്ലൈസ് എക്സ് മാക്സിമം ആണ് തരുന്നത്. എക്സിന് 2 ആകുമ്പോൾ മാക്സിമം വാല്യൂ ആണ് കിട്ടുന്നത്. x ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ എത്ര വരും? 12 ഇൻറ്റു 3 36 മൈനസ് 30. ദാറ്റ് മീൻസ് 6 ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് എക്സിന് 3 വരുമ്പോഴാണ് മിനിമം കിട്ടുന്നത്. ദെയർഫോർ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 3. ഓക്കെ അല്ലേ? Then next question. Again logical reasoning into a question. 5 students A, B, C, D and E are sitting in a row. D is on the right of E. D is on the right of E. Eയുടെ റൈറ്റ് സൈഡിലാണ് ഡി. ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഡി എന്ന് എഴുതുകയാണ്. ഈസ് ഓൺ ദ റൈറ്റ് ഓഫ് ഡി. ഡി ഈസ് ഓൺ ദ റൈറ്റ് ഓഫ് ഇ. ബി ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ഇ ബട്ട് ഓൺ ദ റൈറ്റ് ഓഫ് എ. ബി ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ഇ ബട്ട് ഓൺ ദ റൈറ്റ് ഓഫ് എ. സോ എയുടെ റൈറ്റ് സൈഡിലുമാണ്, ഇയുടെ ലെഫ്റ്റ് സൈഡിലുമാണ്. ജസ്റ്റ് എഴുതി.
എന്തെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നീട് എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒന്ന് മാറ്റി എഴുതുക, ഒരുപാട് സമയം കളയരുത്. ഡി ഈസ് നെക്സ്റ്റ് ടു സി. ഡി ഈസ് നെക്സ്റ്റ് ടു സി ഓൺ ഹിസ് ലെഫ്റ്റ്. D next to C on his left. So C2. Then obviously 1, 2, 3, 4, 5. ഇനി മിച്ചമായതും കൂടാണുള്ളത് 5 സ്റ്റുഡൻസ് അല്ലേ. 1, 2, 3, 4, 5 എക്സാക്ട്ലി. മിഡിൽ ആരാണ് വരുന്നത്? 5 പേരാണ് മിഡിൽ വരുന്നത്. ഇ ആണ് മിഡിൽ വരുന്നത്. ഇ. സോ ഇതിൻ്റെ ക്വസ്റ്റ്യനും ഇത് സോൾവ് ചെയ്ത PDF ഷെയർ ചെയ്യും. Then next one. The equation of line is 5x plus 2y equal to 7. Mean deviation of y about mean is 5. Calculate the mean deviation of x about mean. So ഇവിടെ നോക്കാം. 5x plus 2y equal to 17. That implies 5x equal to minus 2y plus 17. X equal to minus 2y by 5 plus 17 by 5. Mean deviation about x equal to b into mean deviation of y. So that implies b. Now the modulus of minus 2 by 5 into 5. That means 2 by 5 into 5. 5 get cancelled equal to 2. 5 get cancelled equal to 2. Then find the number of years in which a sum of money doubles itself at the rate 8% per annum. നമുക്ക് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ സിമ്പിൾ ഇൻട്രസ്റ്റോ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ബട്ട് സം ഡബിൾ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസ് ആണെങ്കിൽ സം ഡബിൾ ആകാനുള്ള ഫോർമുല എന്താണ്? നമ്പർ ഓഫ് years will be 100 divided by I. അത്രയും years. So നോക്കുക, 100 divided by 8. 100 divided by 8 equal to 12.5 years എന്ന് കിട്ടി. 12.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 and 1 by 2 ആണ്. 12 and 1 by 2 years. 12 and 1 by 2 years. 12.5 years. Then consumer price index is commonly known as cost of living index. Cost of living index. Then permutation and combination ഒരു question. Permutation and combination ഒരു question. 18CR equal to 18CR plus 2. Then നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RC5. സോ ഇവിടെ നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? രണ്ട് കോമ്പിനേഷൻസ് ഈക്വൽ ആകുവാണെങ്കിൽ എന്താണ്? NC(x) is equal to NC(y) that implies ഒന്നെങ്കിൽ x equal to y അല്ലെങ്കിൽ x plus y equal to n. ഇവിടെ ഒരിക്കലും r equal to r plus 2 വരത്തില്ല. That implies നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? r plus 2 is equal to 18. So that implies 2r plus 2 equal to 18. 2r equal to 16. That implies r is equal to 8. So r 8 ആണെങ്കിൽ നമുക്ക് എന്താണ്? RC5 ആണ് കണ്ടുപിടിക്കേണ്ടത്. 8C5 എന്ന് പറയുന്നത് വരും 8 factorial divided by 5 factorial into 3 factorial. n factorial divided by n minus r factorial into r factorial. So 8 factorial by 5 factorial 8 into 7 into 6 ആണ്. Divided by 3 factorial 6 ആണ്. That means എത്ര കിട്ടും? 8 into 7 56. 8 into 7 56. Then next question. So a number of times ചോദിച്ചിട്ടുള്ളതാണ്. 5 bulbs of which 3 are defective are to be tried in 2 light points in a dark room. In how many trials the room shall be lighted? So total 5 bulbs ഉണ്ട്. അതിൽ 3 ഡിഫക്റ്റീവ് ബൾബാണ്, 2 ഗുഡ് ബൾബ് എന്ന് വിചാരിക്കാം. നമുക്ക് 2 ലൈറ്റ് പോയിന്റ് ഉണ്ട്. അതെന്താണ്? നമുക്ക് അതിലേക്ക് നമുക്ക് ഈ പറയുന്ന ബൾബ് ഇടണം. എന്ത് കിട്ടണം? ഇൻ ഹൗ മെനി ട്രയൽസ് ഷാൽ ബി ലൈറ്റഡ്? റൂം ഷാൽ ബി ലൈറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് റൂമിൽ പ്രകാശം വരണം. ദാറ്റ് മീൻസ് നമുക്ക് 5 ബൾബുണ്ട്, 2 ലൈറ്റ് പോയിന്റ്. ദാറ്റ് മീൻസ് 5-ൽ നിന്ന് 2 സെലക്ട് ചെയ്യാം. പ്യുവർ നമുക്ക് കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ
നമുക്ക് എന്താണ് 5-ൽ നിന്ന് 2 ബൾബ് സെലക്ട് ചെയ്യണം. സോ ഈ 2 ബൾബ് എന്താണ്, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നല്ല ബൾബ് വന്നാലേ ലൈറ്റ് റൂമിൽ ആ 2 ബൾബ് പോയിന്റിൽ ഏതെങ്കിലും ഒരു നല്ല ഹോൾഡറിൽ നല്ല ബൾബ് വന്നാലേ നമുക്ക് എന്ത് റൂമിൽ പ്രകാശം വരും. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്, ഇത് രണ്ടും ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് കുറയ്ക്കണം. അതായത് 5 നിന്ന് 2 എടുത്തു, അതിൽ നിന്ന് എന്ത് ഒഴിവാക്കണം, നമുക്ക് 2 ഡിഫക്റ്റ്. ദാറ്റ് മീൻസ് ഡിഫക്റ്റീവ് എത്ര ഉണ്ട്, 3 ഡിഫക്റ്റീവ് ഉണ്ട്. സോ 3-ൽ നിന്ന് 2 സെലക്ട് ചെയ്യുന്ന, ആ 3-ൽ നിന്ന് 2 ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുന്ന കോമ്പിനേഷൻസ് കുറച്ചാൽ 5C2 എന്ന് പറഞ്ഞ 10 ആണ്. 3C2 മീൻസ് 3C1 ആണ്, 3 ആണ് എക്സാക്ട്ലി. ദാറ്റ് മീൻസ് ആൻസർ 7. The next one. A machine can be purchased for rupees 50,000. Machine will contribute rupees 12,000 per year for the next 5 years. Assuming borrowing cost is 10% per annum, determine machine should be purchased or not. So machine purchase investment decision ആണ്. സോ ഇതെന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണ്, പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. സോ ഇപ്പോൾ മെഷീൻ പർച്ചേസ് ചെയ്താൽ നമുക്ക് എത്ര ചിലവാകും, 50,000. സോ പ്രസൻറ്റ് വാല്യൂ ഔട്ട്ഫ്ലോ. സോ ഇൻഫ്ലോ എത്രയാണ്, 12,000 വെച്ചിട്ട് 5 ഇയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇന്നത്തെ വാല്യൂ പ്രസൻറ്റ് വാല്യൂ കിട്ടണം. 12,000 വെച്ച് 5 ഇയേഴ്സ്, ദാറ്റ് മീൻസ് ആനുവിറ്റി റെഗുലറിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആനുവിറ്റി റെഗുലറിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്യാം, B is equal to A into PNI. എത്രയാണ്, 12,000 into PN 5, I എത്രയാണ് 0.10. സോ 12,000 into കാൽക്കുലേറ്റർ ട്രിക്ക് എന്താണ്, 1 divided by 1 plus I equal to n times 5 times then GT 5 times then GT. നേരെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. 1 divided by 1.1 1 2 3 4 5 5 തവണ ഈക്വൽ അടിക്കുക, GT into 12,000 റേറ്റ് നമുക്ക് 45,489.44. സോ ദാറ്റ് മീൻസ് ഇന്ന് 50,000 രൂപ മുടക്കിയാൽ തിരിച്ച് കിട്ടുന്നതിൻ്റെ ഇന്നത്തെ വാല്യൂ എത്രയേ വരത്തുള്ളൂ, 45,000 സംതിങ്ങേ വരുന്നുള്ളൂ. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് തിരിച്ച് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് ചിലവാകുന്നത്. ദെയർഫോർ നമ്മൾ എന്ത് ഡിസിഷനിലേക്കാണ് എത്തുന്നത്, മെഷീൻ ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്, മെഷീൻ പർച്ചേസ് ചെയ്യേണ്ട എന്ന ഡിസിഷനിലേക്കായിരിക്കും നമ്മൾ എത്തുക. മെഷീൻ ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്, മെഷീൻ ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ. Sum of n terms of an AP. APയുടെ SN equal to 3n square minus n. Common difference 6 ആണ് പറഞ്ഞത്. Then its first term T1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, S1 തന്നെയാണ്. SN എന്നിട്ട് S1 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നേരെ എന്ത് ചെയ്താൽ മതി, എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. 3 into 1 square minus 1, 3 minus 1 equal to 2. Answer 2. Answer is equal to 2. Okay, then find the two numbers whose AM 10 and GM is 8. So AM എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ AM എന്താണ്, രണ്ട് നമ്പർ എയും ബി എടുത്തു കഴിഞ്ഞാൽ A plus B divided by 2 equal to 10. That implies A plus B equal to 20. Geometric mean, that means root of AB. രണ്ട് ടേംസിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ട്. സോ റൂട്ട് ഓഫ് AB 8 ആണെങ്കിൽ AB എത്ര വരും, 8ൻ്റെ സ്ക്വയർ. ദാറ്റ് മീൻസ് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. AB ഈക്വൽ ടു 64. നേരെ ചോയ്സ് ഇത് കിട്ടിയതിന് ശേഷം ചോയ്സ് മെത്തേഡ്. രണ്ട് നമ്പേഴ്സ് വേണം, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 20 വരണം, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 64 വരണം. 10ഉം 10ഉം കൂടെ ആഡ് ചെയ്താൽ 20 ആണ്, 10ഉം 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയല്ല, 64 അല്ല. 16ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ 20 ആണ്, 16ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും എക്സാക്ട്ലി എത്ര കിട്ടും, 64 കിട്ടും. Therefore ആൻസർ 16 and 4. 16 and 4. Clear? Then next question. How long will rupees 12,000 takes to amount to rupees 14,000 at 5% per annum compounded quarterly? Compounded quarterly ഉണ്ടോ, നമുക്ക് ആ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് മനസ്സിലായി. ഇതൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റൻ ആണ്. 12,000 എത്രയായിട്ട് മാറും, 14,000 എമൗണ്ട്സ് ടു. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ 12,000 P ആയിട്ടും A അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് 14,000 വരുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എടുക്കാം ഫോർമുല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് A is equal to P into 1 plus I.
the whole raised to n ആണ് 14,000 is equal to 12,000 into I is equal to compounded quarterly ആയതുകൊണ്ട് I by 4 the whole raised to 40 compounded quarterly. So I കണ്ടുപിടിക്കാനായിട്ട് 0.04 divided by 0.5 divided by 4. 0.05 divided by 0.5 divided by 4 ആയിട്ടും 0.0125 n 40 ആണ് നമുക്ക് t ആണ് കണ്ടുപിടിക്കേണ്ടത്. So that means നമുക്ക് ഇങ്ങനെ എഴുതാം 1.0125 the whole raised to 40 is equal to, that implies 14,000 divided by 12,000. 14 divided by 12 എത്രയായിട്ടും 1.1666 is equal to 1.0125 raised to 40. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കേണ്ട ഗീവൺ എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള നമ്മുടെ 4th chapter 14 marks ടൈം മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് 14 marks വരെ കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഗീവൺ, ദാറ്റ് മീൻസ് 1.166 ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 1.0125 raised to 12.4 ആണ്. 1.0125 raised to 40. രണ്ട് ഇൻഡീസസ് ഈക്വൽ ആയിരിക്കുന്നു. ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? പവർ ഇക്വേറ്റ് ചെയ്യാം. 4t is equal to 12.4. that means t is equal to 12.4 divided by 4. that means 3.1 years. 3.1 years. 3.1 years. 3.1 years. That next one. One evening before sunset, Aditya and Vaibhav were talking to each other face to face. It is Vaibhav's shadow was exactly to the right of Vaibhav. Vaibhavinte shadow exactly right side വന്നിരിക്കുന്നു. സോ നമുക്കറിയാം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ആണ്. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ഇവിടെ ആദിത്യ വൈഭവ് ഇവിടെ വന്നാലാണ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? വൈഭവിൻ്റെ റൈറ്റ് സൈഡിൽ ഷാഡോ. Then which direction Aditya was facing? Aditya facing Aditya and ഇങ്ങോട്ടാണ്. So that means ഏത് ഡയറക്ഷനിലാണ് ആദിത്യ ഫേസ് ചെയ്യുന്നത്? സൗത്ത്. ഏത് ഡയറക്ഷനിലാണ്? സൗത്ത് ഡയറക്ഷനിലാണ് ആദിത്യ ഫേസ് ചെയ്യുന്നത്. സൗത്ത് ഡയറക്ഷൻ. Then next question. The mean of the variable x is 50. Then the mean of u is equal to 10 plus 5x. Then mean of u is equal to 10 plus 5 into mean of x, because mean is depends on change of origin and scale. So that means 10 plus 5 into 50. So 5 into 50, 250 plus 10, exactly 260. 260. 260. No direct question. Property അറിയാമെങ്കിൽ direct question. Statistics ഇതേപോലെ direct simple questions ഒത്തിരി കിട്ടും. f of x തന്നിരിക്കുന്നു. f of x is equal to 2x plus 3. നമുക്ക് കണ്ടുപിടിക്കേണ്ട f of 2x. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? f of 2x minus 2 into f of x plus 3. f of 2x എന്ന് പറഞ്ഞാൽ എന്താണ്? f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? 2x കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് മീൻസ് 2 into ഈ എക്സിന് പകരം 2x കൊടുക്കുക plus 3. ദാറ്റ് മീൻസ് 4x plus 3. then 2 into f of x means f of x നെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 2x plus 3. ഈ സ്റ്റെപ്പൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. എക്സാമിന് 4x plus 6 നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടി. നേരിട്ട് കൊടുക്കാം. f of 2x എത്രയാണ്? 4x plus 3. 4x plus 3. then minus of, minus ശ്രദ്ധിക്കണം, minus of 4x plus 6 plus 3. that means 4x plus 3 minus 4x minus 6 plus 3. നമുക്കെല്ലാം അറിയാം 4x
plus 4x minus 4x get cancel, minus 6 3 3 കൂടെ ആഡ് ചെയ്താൽ plus 6, therefore answer 0. Okay അല്ലേ? Then next question. The time by which a sum of money is 8 times of itself if it doubles itself in 15 years. And simple interest no compound interest no തന്നിട്ടില്ല, but നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വെച്ചിട്ട് ഡബിൾ ആകാനായിട്ട് 15 years, that means 2 times in 15 years, then 8 times in dash years. And ഇത് വെച്ചിട്ട് നമുക്കൊരു ക്ലൂ കിട്ടി. 2 times ആകാനായിട്ട് 15 years, 8 times എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 raised to 3 times ആണ്. 2 raised to 3 times. So ഇവിടെ n times t years, 2 raised to m times എത്രയാണ്? m into t. ഇവിടെ m 3 ആണ്, t 15 ആണ്, that means 45. അല്ലാണ്ട് നോർമൽ മെത്തേഡിൽ ചെയ്ത് സമയം കളയരുത്. So എത്ര വന്നു ആൻസർ? 45 years. 45 years. Then next one. A subset of B, then which one of the following is true? A subset of B. So A subset of B means A subset, B superset. ഒരു സബ്സെറ്റും സൂപ്പർ സെറ്റും കൂടെ നമുക്ക് ഫസ്റ്റ് ചോയ്സ് നോക്കാം. ഇൻ്റർസെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് വരണം? സബ്സെറ്റ് വരണം. ദാറ്റ് മീൻസ് എ ആണ് വരേണ്ടത്. സബ്സെറ്റും സൂപ്പർ സെറ്റും കൂടെ യൂണിയൻ വന്നാൽ എന്താണ്? എക്സാക്ട്ലി സൂപ്പർ സെറ്റ് ആണ് വരേണ്ടത്. എ സബ്സെറ്റ് ഓഫ് ബി, ദാറ്റ് ഇംപ്ലൈസ് എ ഇൻ്റർസെക്ഷൻ ബി എ ആണ് വരേണ്ടത്. എ യൂണിയൻ ബി ബി ആണ് വരേണ്ടത്. ദെർഫോർ നമ്മുടെ ആക്യുറേറ്റ് ആൻസർ എന്താണ്? മോസ്റ്റ് ആക്യുറേറ്റ് ചോയ്സ് ബി. ദെൻ നെക്സ്റ്റ് വൺ. A equal to set 1 2 3, then the relation. A എന്ന് പറയുന്നൊരു സെറ്റ് തന്നിരിക്കുന്നു. സെറ്റ് 1 2 3 നമുക്കൊരു റിലേഷൻ ഉണ്ട്. സെറ്റ് 1 1 2 3 2 2 3 3 and 1 2. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അതായത് ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. ദെർഫോർ ഒബ്വിയസ്ലി നമുക്ക് എന്ത് പറയാം? ഇത് റിഫ്ലക്സീവ് ആണ്. ദെൻ 1 to 2 ഉണ്ട്, 1 2 ഉണ്ട്, 2 1 ഇല്ല. അതുകൊണ്ട് എന്തല്ല? സിമെട്രിക് അല്ല. 1 to 2 ഉണ്ട്, 2 to 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 to 3 ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ട്രാൻസിറ്റീവ് ആയതിനെ. ഇവിടെ എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? ഈച്ച് എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. ദാറ്റ് മീൻസ് എന്ത് മാത്രമാണിത്? റിഫ്ലക്സീവ് മാത്രമാണ്. റിഫ്ലക്സീവ് റിലേഷൻ മാത്രമാണ്. Then pointing to a man in a photograph, logical reasoning blood relation question. Pointing to a man in a photograph, a woman said that the father of his brother is the only son of my grandfather. So ഒരു woman pointing to a man, a photograph, a woman. So woman പറഞ്ഞു, ഒരു woman said that the father of his brother is the only. So man, father of his brother, ഈ മാൻ്റെ ബ്രദർ, അയാളുടെ ഫാദർ. is the only son of my grandfather. Is the only son of so woman de only son of grandfather. So that means obviously a father എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രാൻഡ്ഫാദറിൻ്റെ only son ആണ്. അങ്ങനെയാണെങ്കിൽ a manum, then how is woman related to man in the photograph? So obviously woman ആരാണ്? The answer, woman is the sister. Then next question, f of x is equal to x raised to k. F of x is equal to x raised to k. Therefore f dash x എന്ത് വരും? k into x raised to k minus 1. k into x raised to k minus 1. f dash 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? k into 1 raised to k minus 1 equal to 10. 1 raised to any number
1 തന്നെയാണ്. therefore k is equal to 10. k is equal to 10. Choice A. k is equal to 10. Then next one. Sum of money doubles itself in 10 years. Then the number of years it would be triple itself. Double triple വരുന്നത് normally. Okay, അതിൽ നിന്ന് ക്ലൂ ആണ് 2ഉം 3ഉം ആണ് വരുന്നത്. therefore ചാൻസ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആകാനാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ വന്നാൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഫോമുല എന്താണ്? T1 divided by T2 is equal to N1 minus 1 divided by N2 minus 1. സമ്മ് T1 എത്രയാണ്? 10 years. T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 times 2 minus 1 then 3 minus 1. So that implies 10 divided by T2 is equal to 1 by 2. Cross multiply ചെയ്യാം. That implies T2 is equal to 20 years. T2 is equal to 20 years. T2 is equal to 20 years. The next question. That started from a point A. A എന്ന് പറഞ്ഞ point. Walked towards west 4 meter. So 4 meter westലേക്ക് വന്നു. Then turn towards the south. സൗത്തിലേക്ക് വന്നു. എന്നിട്ട് 4 meters. In which direction he is from the starting point? The starting point നോക്കിയാൽ എൻ്റെ ഈ ഒരു ഡയറക്ഷൻ ആണ്. ഒബ്വിയസ്ലി നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്കിൽ ഇതെന്താ ഏതാണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷനാണ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. Then next one. f of x തന്നിരിക്കുന്നു, g of x തന്നിരിക്കുന്നു. f composite g of minus 2. f of x is equal to x plus 1. g of x is equal to x square plus 1. Then f composite g of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of g of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of x എവിടെയൊക്കെ x ഉണ്ടോ ഈ എക്സിന് പകരം g of xന്റെ ഫംഗ്ഷൻ വാല്യൂ ആയ x സ്ക്വയർ പ്ലസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ദാറ്റ് മീൻസ് എന്ത് കിട്ടും? x സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1. ദാറ്റ് മീൻസ് x സ്ക്വയർ പ്ലസ് 2 നമുക്ക് വേണ്ട. പക്ഷേ f കോമ്പോസിറ്റ് g ഓഫ് മൈനസ് 2 ആണ്. സോ ദാറ്റ് മീൻസ് f കോമ്പോസിറ്റ് g ഓഫ് എക്സിൽ എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എക്സിന് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? മൈനസ് 2 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. മൈനസ് 2 സ്ക്വയർ പ്ലസ് 2. 4 പ്ലസ് 2 ഈക്വൽ ടു 6. 4 plus 2 is equal to 6. Answer is equal to 6. Then geometric mean of 3 observations. Now geometric mean ന്റെ ഫോർമുല അറിയാം. എത്ര ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ടോ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ അത്രാമത്തെ റൂട്ട്. ഇവിടെ 3 ടേംസിനെയാണ്. ദാറ്റ് മീൻസ് ക്യൂബ് റൂട്ട് ഓഫ് 40 into 50 into x is equal to 10. So that means 40 into 50 into x the whole raised to 1 by 3 equal to 10. That means നമുക്ക് ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 40 into 50 into x is equal to 10 raised to 3. 40 into 50 റേറ്റും 2000. x is equal to 10 raised to 3 എത്രയാണ്? 1000. That implies x is equal to 1000 divided by 2000 1 by 2. 1 divided by 2. 1 divided by 2. 1 divided by 2. Logical reasoning. Find the odd man out. So ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ പല രീതിയിലാണിത്. ഒരു പെട്ടെന്ന് അത് കണ്ടാൽ ഉടനെ നമുക്ക് എന്താണ് എന്ന് കിട്ടിയാൽ ആൻസർ പെട്ടെന്ന് എത്താം. 5, 10, 17, 27, 37. സോ ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് പറയാവുന്നത് 27 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ക്യൂബാണ്. ദാറ്റ് മീൻസ് 27 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ക്യൂബാണ്. ബാക്കി ഒന്നും തന്നെ എന്താണ്? പെർഫെക്റ്റ് ക്യൂബായിട്ടില്ല. 27 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. സോ ബാക്കി ഒന്നും തന്നെ ഇല്ല. ദെർഫോർ ഓഡ് മാൻ ഔട്ട് നമുക്ക് എന്തെടുക്കാം? 27. Then next one. What percentage rate compound interest will a sum of money become 16 times in 4 years if interest being calculated compounding annually? So 4 വർഷം കൊണ്ട് 16 ഇരട്ടിയാകുന്നു. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ.
So compound interest in the case of accumulated amount and the formula A is equal to P into 1 plus I the whole raised to n. P in invest 16 times means 16P is equal to P into 1 plus I the whole raised to 4 years in 4 ആണ്. So that means now can 16 equal to 1 plus I the whole raised to 4. That implies 1 plus I indices in a property apply 16 raised to 1 by 4. So 4th root we directly calculate 16 adikka 2 thavana root adichal madi. So that means 1 plus I is equal to 2. That implies I equal to 1. I allengil R rate of interest. So 1 and decimal ആണ് divided by 100 എടുക്കുമ്പോൾ decimal ആണ് നമുക്ക് 1 കിട്ടിയത്. That means R അല്ലെങ്കിൽ I equal to നമുക്ക് എന്ത് പറയാം 100%. 100% ഇൻട്രസ്റ്റ് കൊടുത്താലാണ് 4 വർഷം കൊണ്ട് 16 ഇരട്ടി ആകുന്നത്. Then next question. ഡിഫറൻസിയേഷനിലെ ഒരു ക്വസ്റ്റ്യൻ നോർമലി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പാരാമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. എക്സ് ഇസ് ഈക്വൽ ടു 2t, y ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 2, dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. സോ എക്സ് 2t ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ത് വരും 2 വരും. y ടി സ്ക്വയർ മൈനസ് 2 ആണെങ്കിൽ dy ബൈ ഡി ടി എന്ത് വരും 2t. നേരെ ഇട്ട് കൊടുക്കുക 2t ഡിവൈഡഡ് ബൈ 2, 2 get cancel t. Okay. Then next one. Number of ways in which n books can be arranged on a shelf so that 2 particular books are not together. Out of n objects, 2 particular objects never comes together. Formula എന്താണ് n minus 2 into n minus 1 factorial. അതിന് വേറൊരു ഫോർമാറ്റിലും ചേർന്ന് നമുക്ക് ഷോർട്ട് കട്ട് ഫോർമുല പഠിച്ചിട്ടുണ്ട്. n minus 2 into n minus 1 factorial. n minus 2 into n minus 1 factorial, choice A. Then next one. On what sum difference between compound interest and simple interest for 2 years at 7%, 2 years. Okay, the formula use here. Pi square equal to 29.4. P into 0.07 square equal to 29.4. That implies P is equal to 29.4 divided by 0.07. Right now answer 6,000. Choice C. 6,000. 6,000. The next question, log into the question ana. Find the value of log. Log of 1 cube plus 2 cube plus 3 cube plus etc. plus n cube. So ഈ ബ്രാക്കറ്റിനകത്ത് നോക്കാം ഇതെന്താണ് sum of cubes of first n natural numbers. ഇത് നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം n into n plus 1 divided by 2 the whole square. So that means this can be written as log of n into n plus 1 divided by 2 the whole square. So that means this can be written as log of n square. n square into n plus 1 the whole square divided by 4. So m by n. Log of m by n നമുക്ക് എങ്ങനെ എഴുതാം log m minus log n. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ log of n square into n plus 1 the whole square minus log പിന്നെ നമുക്ക് 2 square എന്ന് എഴുതാം 2 square. Then log in a property again ഇവിടെ log m log of m n can be written as log m plus log n. That means log n square plus log of n plus 1 square minus. So log 2 square നമുക്ക് എഴുതാം 2 log 2. Again ഒന്നുകൂടെ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 2 log n plus 2 log n plus 1 minus 2 log 2. 2 log n plus 2 log n plus 1 minus 2 log 2. 2 log 2. Then next question. In a certain language, Madras. It's called as NBE
SBT. നോക്കിയാൽ അറിയാം ഇവിടെ M +1 ആണ്, ഇവിടെ AB +1 DE എല്ലാം RS AB ST. So that means then Delhi is called as D കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരണം? E വരണം. E കഴിഞ്ഞാൽ F വരണം. നേരെ ചോയ്സിലേക്ക് നോക്കാം. E കഴിഞ്ഞാൽ F വരുന്ന ഒരേ ഒരു ചോയ്സേ ഉള്ളൂ. ചോയ്സ് B ആയിരിക്കും ആൻസർ. എൻ്റെ എക്സാമിന് ഇത്രേ ചെയ്യാവുള്ളൂ. ഇത് ചെയ്ത് നോക്കിയാലും LMHIJ ഒബ്വിയസ്ലി കറക്റ്റ് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ചോയ്സ് തെറ്റായിരിക്കും. രണ്ടെണ്ണം വരുമ്പോൾ തന്നെ E കഴിഞ്ഞാൽ F വരുന്ന വേറെ ചോയ്സ് ഒന്നുമില്ല. ഒബ്വിയസ്ലി നേരെ ചോയ്സ് B ആൻസർ എഴുതി പോകുക. വേറെ ഒന്നും ചെയ്ത് സമയം കളയരുത്. The next one. If a simple interest on a sum of money at 6% per annum for 7 years is equal to twice the simple interest on another sum for 9 years at 5%. So that means നമുക്ക് എഴുതാം simple interest formula PIT ആണ്. P into I 0.06 എടുക്കാം into 7 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? Twice, that means 2 times. Another sum Q എടുത്തു 5% interest 9. So that implies 0.42 P is equal to 0.90 Q. That means P by Q is equal to 0.90 divided by 0.42. So decimal മാറ്റുമ്പോൾ 90 divided by 42. 6 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ 15 divided by 7. That means P is to Q എന്ന് പറയുന്നത് എത്രയാണ്? 15 is to 7. 15 is to 7. 15 is to 7. 15 is to 7. Then next one. Logical reasoning question ആണ്. Mr. J starts from a point from A. A എന്ന് പറഞ്ഞ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു 5 meters towards west. 5. Then turned left. And 5 meter. And again turned left. 5 meter. Then again left. 6 meter. So that means obviously ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെ 6 meter ആണ്. നമ്മുടെ ക്വസ്റ്റൻ ഹൗ ഫാർ ഹി ഈസ് ഫ്രം എ. എയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്നാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്, തെറ്റിക്കരുത്. എ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്രയാണ്? ആക്ച്വലി ഇവിടത്തേക്ക് എത്ര മീറ്റർ ആണുള്ളത്? അപ് ടു ഇത് 5 ആണ്. മിച്ചം എത്ര വരും? 1 meter. So answer 1 meters. 1 meter. Then next one. One root of the equation 2 plus root 5, then the equation is. So obviously irrational roots എങ്ങനെ ഒക്കെ അറിയും? കോൺജുഗേറ്റ് പെയർ 2 minus root 5 ആണ് അടുത്തത്. സോ റൂട്ട്സ് അറിയാമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോർമുല x² മൈനസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ root 5 get cancel 4x. then ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ a plus b into a minus b. 2 plus root 5 പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 2 plus root 5 into 2 minus root 5 എത്ര കിട്ടും? 4 minus 5 minus 1. So x² minus 4x minus 1 equal to 0. x² minus 4x minus 1 is equal to 0. Choice B. Choice B. That. Next question. Number of ways of painting a face. So obviously നമ്മൾ രണ്ട് ക്വസ്റ്റൻ ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒരു ഫേസ് ആണെങ്കിൽ ഓരോ ഫേസും എന്താണ് 6 കളേഴ്സ് നമുക്ക് എത്ര രീതിയിൽ പറ്റും? 6 രീതിയിൽ പറ്റും. 6 ഫേസ് ആണെങ്കിൽ നമ്മുടെ ആൻസർ 30 ആണ് വരുന്നത്. ഇവിടെ ഒരു ഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെയർഫോർ ആൻസർ ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. ഒരു ഫേസ് നമുക്ക് എത്ര രീതിയിൽ പറ്റും? Six ways. Then for binomial distribution,
E of x, expected value, that means E of x എന്ന് പറഞ്ഞാൽ mu ആണ്. NP 2 ആണ് variance. NPQ 4/3 ആണെങ്കിൽ then ഇതിനെ equation 1 എന്നും ഇതിന് equation 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ equation 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2Q is equal to 4/3. Therefore Q is equal to 2/3. So obviously that implies P equal to 1 minus Q. To 1 minus 2/3 to 1/3. Then n ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. n into 1/3 is equal to 2 ആണെങ്കിൽ that implies n is equal to എത്ര വരും? 6. n is equal to 6. n is equal to 6. The next one, P and Q are brothers, R and S are sisters. P's son is R's brother. P, Q are brothers. R and S are sisters. R, S, sisters. P's son is R's brother. P'യുടെ son R'ന്റെ brother ആണ്. How Q is related? Q is related to R. Q is related to R. Q is the R'ന്റെ uncle. Q'um R നമ്മൾ റിലേഷൻ നോക്കിയാൽ R'ന്റെ uncle ആണ് Q. Q is the uncle of R. Then next one. A company establishes a sinking fund. Sinking fund obviously എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ആണ് വരുന്നത്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ആണ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് എടുക്കാം. സോ 20 വർഷം കഴിയുമ്പോൾ 2 lakh rupees വേണം. സോ 2 lakhs is equal to A into 1.05 1 plus I 1 plus 0.05 raised to 20 minus 1 the whole divided by 0.05. So that implies 2 lakhs equal to A into 1.05 raised to 20 minus 0.05. സോ കാൽക്കുലേറ്റർ ഒറ്റ സ്ട്രെച്ച് ചെയ്യുക. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്തെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് മെമ്മറി പ്ലസ് ചെയ്യുക. 2 lakh ഡിവൈഡ് ബൈ MRC കണ്ടുപിടിക്കുക. റെഡിക്ക് ചെയ്യാൻ കാൽക്കുലേറ്ററിൽ എ ഈസ് ഈക്വൽ ടു 1.05 ഇൻറ്റു ഈക്വൽ 2 times 3 4 5 6 1.05 ഇൻറ്റു ഈക്വൽ 2 times 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 minus 1 divided by 0.05 റെഡിക്കുക. M plus 2 lakh divided by MRC plus 30 6048.517. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 6049. Then next question. x cube minus 6x square plus 11x minus 6 equal to 0. Then find the value of 3x minus 4. x ന്റെ വാല്യൂ ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോയ്സ് മെത്തേഡിൽ ഈ രണ്ട് വാല്യൂ വെച്ചിട്ട് സമ്മും പ്രോഡക്റ്റും വെച്ചിട്ട് ആൻസറിലേക്ക് വരാമായിരുന്നു. ബട്ട് ഇവിടെ അതല്ല തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആക്ച്വൽ മെത്തേഡിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുകയാണ്. എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയറിനെ ഞാൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്തു മൈനസ് 5x സ്ക്വയർ പ്ലസ് 11xനെ ഫാക്ടറൈസ് ചെയ്തു 5x പ്ലസ് 6x മൈനസ് 6 ഈക്വൽ ടു 0. ഫസ്റ്റ് 2 ടേംസിൽ നിന്ന് എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ എന്ത് വരും? എക്സ് മൈനസ് 1. ദെൻ നെക്സ്റ്റ് 2 ടേംസിൽ നിന്ന് മൈനസ് 5x എടുത്താൽ എന്ത് കിട്ടും? എക്സ് മൈനസ് 1. ദെൻ നെക്സ്റ്റ് 2 ടേംസിൽ നിന്ന് 6 കോമൺ എടുത്താൽ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ്
എല്ലാ ടേമിലും എക്സ് മൈനസ് 1 കോമൺ ഉണ്ട്. മിച്ചം എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. സോ ദാറ്റ് മീൻസ് എക്സ് എന്തൊക്കെ വരാം? എക്സിന് 1 വരാം. എക്സ് മൈനസ് 1 ഫാക്ടർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 1 ഒരു റൂട്ടാണ്. ദെൻ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം? എക്സ് ഈക്വൽ ടു രണ്ട് നമ്പേഴ്സ് സമ്മ് 5 വരണം, മൈനസ് ബി ബൈ എ. സോ ദാറ്റ് മീൻസ് മൈനസ് സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ സമ്മ് 5 വരണം, പ്രോഡക്റ്റ് പ്ലസ് 6. ദാറ്റ് മീൻസ് എക്സ് എത്രയും വരും? 2ഉം 3ഉം. സോ എക്സ് 1ഉം 2ഉം 3ഉം കിട്ടി. ബട്ട് നമുക്ക് വേണ്ടത് 3x മൈനസ് 4 ആണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ 3 മൈനസ് 4 എത്ര കിട്ടും? x equal to 1. That implies 3x minus 4, 3 minus 4 minus 1. x equal to 2. 6 minus 4, 2. x is equal to 3. 9 minus 4, 5. Minus 1, 2, 5. Minus 1, 2, 5. Minus 1, 2, then 5. Minus 1, then 2, then 5. Choice B. Choice B. If x be the sum of two numbers obtained, then two dice are thrown simultaneously, then p x greater than or equal to 7. So നമുക്ക് സം വരാൻ ചാൻസ് ഉള്ളത് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ദെൻ നമുക്കൊരു ഷോർട്ട് കട്ട് ട്രിക്കാണിത്. സം 2 വരാനുള്ള ചാൻസ് 1 ആണ്. ദെൻ 3 വരാൻ 3, 4, 5, 6. ദെൻ ഡിസെൻഡിങ് ഓൺ 5, 4, 3, 2, 1. സോ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഈ ഒരു സമ്മാണ്. സോ ഒബിയസ്ലി നമുക്ക് ഡൈസ് 2 തവണ ത്രോ ചെയ്യാൻ മീൻസ് എന്താണ്? ടോട്ടൽ ഔട്ട്കംസ് 36 ആയിരിക്കും. 6 സ്ക്വയർ 36 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 6 പ്ലസ് 5 പ്ലസ് 6 ബൈ 36 അങ്ങനെ ഓരോന്ന് എടുക്കുമ്പോഴത്തേക്കും 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 36. 11 പ്ലസ് 4 15 പ്ലസ് 3 18 plus 3 21 divided by 36. That means 3 under 7 by 12. 7 by 12. 7 divided by 12. Then next one. With the help of histogram one can find. So histogram വെച്ചിട്ട് നമുക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? histogram വെച്ചിട്ട് mode. A prisoner introduced a boy who came to visit him to the jail as brother and sisters I have none. He is my father's son. He is my father's son. He is my father's son. Okay. So, ഒരു ബോയ് വന്നു, പ്രിസണറുടെ ഫാദറിൻ്റെ സണ്ണിൻ്റെ സണ്ണാണ്. പ്രിസണറുടെ ഫാദറിൻ്റെ ഇയാൾക്ക് ബ്രദറും സിസ്റ്ററും ഇല്ലാന്ന് പറഞ്ഞു. ദെൻ പ്രിസണർ അയാളുടെ സണ്ണാണ് ബോയ്. ദാറ്റ് മീൻസ് ഹൂ ഈസ് ദാറ്റ് ബോയ്? ആരാണ് പ്രിസണറുടെ സണ്ണാണ്? Direct question. Then next one. 6 persons are seen together in a group. They are A, B, C, D and F. B is the brother. B is the brother of D, but D is not the brother of B. B is the brother of D. So D യുടെ brother ആണ് B. So D ബ്രദർ അല്ല. ബട്ട് അപ്പോൾ അതിൻ്റെ മീൻസ് എന്താണ്? സിസ്റ്റർ. എഫ് ഈസ് ദ ബ്രദർ ഓഫ് ബി. എഫ് ഈസ് ദ ബ്രദർ ഓഫ് ബി. സി ആൻഡ് എ ആർ മാരീഡ് ടുഗദർ. സി എ സ്പൗസാണ്. എഫ് ഈസ് ദ സൺ ഓഫ് സി. സി ഈസ് നോട്ട് ദ മദർ. എഫ് ഈസ് ദ സൺ ഓഫ് സി. So that means F son ആണ്, C is not the mother. That means obviously C എന്താണ്? ഫാദർ ആണ്, A ആയിരിക്കും മദർ.
E is the brother of A. So A brother ആണ് E. Then the number of female members in the group. നോക്കുക ആരൊക്കെയാണ് ഫീമെയിൽ ആയിട്ട് വരുന്നത് ഡിയും എയും മാത്രം. That means number of female members എത്ര വരും 2. Number of female members will be equal to 2. Then next one. Nationality of a person is dash. Attribute ആണ്. Because ഇതെന്താണ് ഒരു qualitative characteristic ആണ്. Qualitative characteristic ആണ്. Therefore അതെന്താണ് attribute ആണ്. In what time will a sum of money doubles itself at 6.25% simple interest? So double ആകാനായിട്ട് simple interest ന്റെ കേസിൽ years equal to 100 divided by 6.25. 100 divided by 6.25 എത്രയായിട്ടും 16 years. 16 years. Then next one. Graphical representation by which median is calculated is called obviously OGUC യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. Then next one. Logical reasoning ഒരു ക്വസ്റ്റൻ ആണ്. Starting from a point O, B വൈഭവ് O എന്ന് പറഞ്ഞ പോയിന്റ് 15 meters towards west. 15 meters towards west. He turned to left and walked 20 meters. 20 meters. Again turned left and 15 meters. Now turned to his right and walked 12 meters. How far is he now from the point O? So എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കാണാം up to this 20 ഉണ്ട്, അതുകൂടാതെ 12 കൂടെ ഉണ്ട്. 20 plus 12 എത്ര കിട്ടും 32 meters. സോ പെട്ടെന്ന് റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞ സൗത്ത് ആണ് എന്താണെന്നുള്ളത് പെട്ടെന്ന് വരയ്ക്കുക, ആൻസറിലേക്ക് എത്തുക. ദെൻ which of the following is a two-dimensional, not a two-dimensional diagram? Obviously എന്താണ് ലൈൻ ഡയഗ്രാം ആണ്. സ്ക്വയർ ഡയഗ്രാം, റെക്ടാങ്കിൾ ഡയഗ്രാം, പൈ ചാർട്ടും എല്ലാം എന്താണ് 2 dimensional ആണ്. ലൈൻ ഡയഗ്രാം എന്താണ് 1 dimensional ആണ്. നെക്സ്റ്റ് വൺ. which of the following is odd one? C, E, H, L. If we see D, E, that means the plus 2 ആണ് വരുന്നത്. E, F, G, H plus 3, I, J, K, L plus 4. അടുത്തെടുക്കുകയാണെങ്കിൽ K, M, P, T, L, M, K, L, M. So ഇവിടെ plus 2 ആണ്. O, P, M, N, O, P, 3, Q, R, S, T plus 4. അടുത്തത് O, Q, T, X, O plus 2, ഇവിടെ Q, 3, ഇവിടെ 4. ദെൻ എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. അടുത്ത നോക്കാം. N, P, S, V, O, P plus 2 ആണ്. Q, R, S plus 3 ആണ്. T, U, V, W ആണ് വരുന്നത്. പ്ലസ് 4 ആണെങ്കിൽ ഇവിടെ വിക്ക് വരാൻ W ആണ്. therefore obviously odd one ഏതാണ്? D. Choice D is the odd one. The next one. What is an exclusive series in which both upper and lower limits are not included in class frequency? അല്ല. In which lower limit is not included in class frequency? അല്ല. In which upper limit is not included in class frequency? The next one. 6 flats on a floor in 2 rows facing north and south are allotted to P, Q, R, S, T and U. So ഇവിടെ 6 1 2 3 1 2 3 നോർത്ത് ഫേസിങ് നോർത്ത്
south. Q gets a north facing flat and it is not next to S. So the north facing north facing south. So Q north facing not to next to S. That means S S and U are diagonally opposite. So U diagonally opposite. R next to U. R and T gets a north facing flat. That means P whose flat is between Q and S. Obviously R flat ആണ് T flat. T is flat. Okay, then next question. If the arithmetic mean between two numbers is 64 and geometric mean between them is 16, then harmonic mean. So നമുക്ക് AM ഉം GM HM തമ്മിലുള്ള റിലേഷൻ ആണ് AM into HM is equal to GM square. That implies AM arithmetic mean 64 ആണ്, HM കണ്ടുപിടിക്കണം GM square 16 square. That implies HM is equal to 16 square divided by 64. 16 into equal to divided by 64. Try to exactly 4. HM is 4. HM is equal to 4. Then next one. Complete the series. 4, 16, 36, 64, 100 dash. So 4, 16, 4 into 4, 16, 16 into 4, 36 അല്ല, 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്, 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആണ്, 36 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ ആണ്. സോ നമുക്ക് ആ പാറ്റേൺ കിട്ടി. 2 സ്ക്വയർ, then 4 സ്ക്വയർ, 6 സ്ക്വയർ, 8 സ്ക്വയർ, 10 സ്ക്വയർ. അടുത്ത ഒബ്വിയസ്ലി എത്രയായിരിക്കും? 12 സ്ക്വയർ. എത്ര കിട്ടും? 144. 144. 144. Then next one. The ratio of earnings between A and B is 4:7. A increases by 50% and B decreases by. So ഇവിടെ നമുക്ക് A is to B 4:7 ആണ്. That means A ക്ക് 4x, B ക്ക് 7x. A ക്ക് 50% കൂടുന്നു, B ക്ക് 25% കുറയുന്നു. Equal to 8/7 എന്നാണ്. So that implies 4 plus 50%, 6x, 7 minus 25%, 5.25x equal to 8/7. Actually ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ക്വസ്റ്റ്യൻ x get cancel ആകും. നമുക്കിവിടെ ഏതെടുത്താലും 21 എടുത്താലും 4ൻ്റെ മൾട്ടിപ്പിൾസ് ഏതെടുത്താലും ആൻസർ വരുന്ന രീതിയിലാണ് വരുന്നത്. ഇവിടെ നണ്ണ് ആണ് നമുക്ക് സ്യൂട്ട് ആകുന്ന ആൻസർ. ആക്ച്വലി നമുക്കിത് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ ഈസ് ഇൻ adequate എന്നായിരുന്നു നമുക്ക് ആത്തവണ ചോയ്സ് തന്നിരിക്കുന്നത്. ആക്ച്വലി അതാണ്. എക്സ് ക്യാൻസലായി പോകും. എക്സാക്ട്ലി. സോ ദാറ്റ് മീൻസ് ശരിക്കും ആക്ച്വലി 4x അല്ലേ, 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഏത് വന്നാലും നമുക്ക് എന്താണ് അവിടെ സ്യൂട്ട് ആകുന്ന രീതിയിലാണ് ആൻസർ വരുന്നത്. ദെർഫോർ നമുക്കിവിടെ എടുക്കാവുന്നത് ഉണ്ടോ, ഇതിലെല്ലാം തന്നെ സ്യൂട്ട് ആകുന്നതാണ്. ഇതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്, എല്ലാം എന്ന് പറയണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്താണ്, നൺ ഓഫ് ദീസ് ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ്. ദെൻ നെക്സ്റ്റ് വൺ. ഇഫ് വേരിയൻസ് ഓഫ് എക്സ് ഈസ് 5, then the variance of 2 minus 3x. So now y equal to 2 minus 3x നടക്കാം. Then standard deviation of y is equal to എന്താണ്, modulus of minus 3 into standard deviation of x എന്ന് കൊടുക്കാം. So that means 3 into standard deviation of variance ആണ് 5 തന്നിരിക്കുന്നത്. variance of x ആണ് 5. standard deviation of x √5 വരും. So √5. Therefore നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേരിയൻസ് ഓഫ് y എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, 3√5 അതിൻ്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ 9 ആണ്, √5ൻ്റെ സ്ക്വയർ 5 ആണ്. Therefore എത്ര ടു ആൻസർ 45. 45 is the right answer. 45. Then next one. Complete the series. 4, 16 dash 256 1024.
So 4 into 4 16 ആണ്. ജസ്റ്റ് നോക്കുകയാണ്. 16 into 4 64 into 4 256 into 4 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടി. ഇൻറ്റു 4 ആണിത്. സോ ഇവിടെ ഇൻറ്റു 4 എടുക്കണം. ഇവിടെ അഗെയിൻ ഇൻറ്റു 4 കറക്റ്റായിട്ട് വരും. ഇൻറ്റു 4 ദാറ്റ് മീൻസ് 64 വരുമ്പോഴാണ് എന്ത് കറക്റ്റാകുന്ന ആ പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് 4 into 4 16 കിട്ടും. 16 into 4 64 64 into 4 256 256 into 4 1024 1024. Then next question. Again logical reasoning le oru question. Study walked 20 meters towards north. 20 meters. So ഈ ഒരു പോയിന്റിൽ നിന്ന് നോർത്തിലേക്ക് 20 meters. Turned right, then 30 meters, then turns right, then 35 meters, then left 15 meters, then again left 15 meters. In which direction and how many meters is he from the starting point? So that means ഇതാണ് starting point. ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. So that means obviously ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ദെൻ ടോട്ടൽ എത്രയാണ്? ഇവിടെ ഒരു 30 മീറ്റർ ഉണ്ട്, ഇവിടെ ഒരു 15 മീറ്റർ, രണ്ടും കൂടെ ആകുമ്പോൾ 45 മീറ്റർ. 45 മീറ്റർ ഈസ്റ്റിലാണ് എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വരുന്നത്. 45 മീറ്റേഴ്സ് ഈസ്റ്റ് ഡയറക്ഷനിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അയാൾ ഫേസ് ചെയ്യുന്നത്. Then all observations in a distribution are increased by 6. Then the variance of the series unchanged. Nana affect cheyilla variance ne unchanged. Then next one, if a lady travels a speed of 20 kilometers per hour and returned at a quicker speed, the average speed of a all journey is 24 kilometers per hour. Find the speed of journey. So that means so same distance രണ്ട് സ്പീഡിൽ ട്രാവൽ ചെയ്യുവാണെങ്കിൽ സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹാർമോണിക് മീൻ. ഹാർമോണിക് മീനാണ് നമുക്ക് ഷോർട്ട് ഫോമിലായിട്ട് യൂസ് ചെയ്യാൻ. രണ്ട് എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചു. സോ ദാറ്റ് മീൻസ് നമുക്കിതെങ്ങനെ എടുക്കാം? ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താണ്? 2 എടുക്കാം. 2ab ഡിവൈഡഡ് ബൈ a പ്ലസ് ബി. സോ ഹാർമോണിക് മീൻ എത്രയാണത്? 24 ആണ് ആവറേജ്. ഈക്വൽ ടു 2 into 20 into b divided by 20 plus b. So that implies 24 is equal to 40b divided by 20 plus b. Cross multiply ചെയ്യുക. Cross multiply ചെയ്താൽ ഇതെങ്ങനെ വരും? 40b is equal to 24b plus 480. That implies 16b equal to 480. That implies b equal to 30. b is equal to 30 kilometer per hour. So choice B, 30. The next one, the standard deviation is independent of change of. Standard deviation is independent of change of origin. The average age of a group of 10 students is 20. So 10 സ്റ്റുഡൻസിൻ്റെ എക്സ് ബാർ എന്ന് പറയുന്നത് 20 ആണ്. ദെർഫോർ സിഗ്മ എക്സ് എന്ന് പറയുന്നത് കിട്ടും 20 into 10 200 കിട്ടും. ദ ആവറേജ് ഏജ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 2. സോ ദാറ്റ് മീൻസ് എക്സ് ബാർ 22 ആണ് വെൻ 2 ന്യൂ സ്റ്റുഡൻസ് ആർ ആഡഡ്. സോ അവിടെ ന്യൂ എക്സ് ബാർ എങ്ങനെ എടുക്കാം? 22 into 10 plus 2 12. 22 into 12 equal to 264. ദാറ്റ് മീൻസ് പുതിയതായിട്ട് വന്ന രണ്ട് പേരുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 264 minus 200. ദാറ്റ് മീൻസ് 64 ആയിരിക്കും പുതിയതായിട്ട് വന്ന രണ്ട് പേരുടെ ഏജിൻ്റെ സമ്മ്. ദെൻ വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് 2 ന്യൂ സ്റ്റുഡൻസ്? ദാറ്റ് മീൻസ് 64 divided by 2 ആവറേജ് ഈക്വൽ ടു എത്ര വരും? 32. ഇവിടെ ടൈപ്പിങ്ങിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നാണ്. 32 ആണ് വരുന്നത്. 32.
Then next one. The mean of first 3 terms is 14 and mean of next 2 terms is 18. Mean of first 3 terms. So mean 3 terms in that means sum of 3 terms 14 into 3 into 3 42. Then the mean of next 2 terms, that means sum of next 2 terms. Mean 18 angle 2 in 8 into 2 36. Then mean of all 5 terms, so 42 plus 36 78. So all 5 terms, mean means average, 78 divided by 5 equal to 15.6. ആദ്യത്തെ 3 ടേം പിന്നത്തെ 2 ടേം മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ടോട്ടൽ കിട്ടാനായിട്ട് സിഗ്മ കിട്ടാനായിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 42 കിട്ടി. ബാക്കി 2 ടേമിൻ്റെ 18 ആണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 36 കിട്ടി. സോ 5 ടേംസിൻ്റെ ടോട്ടൽ 78 ആണ്. 78 ഡിവൈഡ് ബൈ 5 എക്സാക്ട്ലി 15.6. Then probability question, P of A equal to 2 by 3, P of B equal to 3 by 5, then P of A union B equal to 5 by 6, P of A union B എങ്ങനെ എഴുതാം? P of A plus P of B minus P of A intersection B. നമുക്ക് വേണ്ട P of B given A ആണ്. സോ P of A intersection B കണ്ടുപിടിച്ചാൽ അത് യൂസ് ചെയ്ത് നമുക്ക് P of B given Aയുടെ ഫോർമുല അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് വരാം. സോ നേരെ ഇട്ട് കൊടുക്കാം. 5 by 6 equal to 2 by 3 plus 3 by 5 minus P of A intersection B. So that implies P of A intersection B RHS LHS കൊണ്ടുമ്പോൾ മൈനസ് പ്ലസ് ആകും. 2 by 3 plus 3 by 5 minus 5 by 6. So 3 5 6 LCM എടുക്കുമ്പോൾ 30 വരും. LCM 30 വരും. 30 എടുത്തു കഴിഞ്ഞാൽ 20 plus 18 minus 25 divided by 30. So 38 minus 25, 13 divided by 30. Then P of B given A, P of A intersection B divided by P of A. So that means P of A intersection B 13 divided by 30 divided by P of A 2 by 3. Division by a fraction, that means 13 divided by 30 into in the reciprocal കൊണ്ട് multiply 3 by 2. So that means നമുക്ക് എത്ര കിട്ടും? ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 10 ആകും. 13 divided by 20, 13 divided by 20, 13 divided by 20, 13 divided by 20. The next one. Which of the regression equations represent the regression line y on x? Y on x കണ്ടുപിടിക്കണം. സോ നമുക്ക് നേരെ അസ്യൂം ചെയ്യുകയാണ് ആദ്യത്തെ x on y യും രണ്ടാമത്തെ y on x ആയിട്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r സ്ക്വയർ കണ്ടുപിടിക്കുക. ദെൻ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 1 മൈനസ് 1 1 ഇടയ്ക്ക് കിട്ടുവാണെങ്കിൽ ഒബ്വിയസ്ലി അതാണ് കറക്റ്റാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ച്. സോ നമ്മൾ ആദ്യത്തത് 7x plus 2y plus 15 equal to 0. ഇത് x on y എന്നെടുക്കുകയാണ്. സോ ദാറ്റ് മീൻസ് 7x is equal to minus 2y minus 15. That implies x is equal to minus 2y by 7 minus 15 by 7. So therefore bxy എടുക്കണം. Okay, bxy എത്രയായിട്ടും minus 2 by 7. രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. 2x plus 5y plus 10 equal to 0. ഇത് y on x ആയിട്ട് എടുക്കുക. 5y is equal to minus 2x minus 10. y is equal to minus 2x divided by 5 minus 10 by 5 2 എന്ന് കിട്ടും നമുക്ക്. byx, that means minus 2 by 5, minus 2 by 5. So r square is equal to bxy into byx minus 2 by 7 into minus 2 by 5. 4 by 35 less than 1 obviously. So that means root അത് നമുക്ക് കിട്ടും. Therefore നമ്മൾ എടുത്തത് കറക്റ്റ് ആണ്. സോ y on x എന്താണ്? 2x plus 5y plus 10 equal to 0 ആണ് y on x റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റിഗ്രഷൻ ഇക്വേഷൻ റെപ്രസെൻറ്റ്
Then the rank correlation between marks in a management and mathematics for a group of students is 0.6 and the sum of squares of the difference in ranks is 66. So rank correlation coefficient formula endana R is equal to 1 minus 6 into sigma d square divided by n into n square minus 1. So R വന്നിട്ടുണ്ട് 0.6 minus 1 6 into 66 divided by n into n square minus 1. So that implies നമുക്ക് ഇതെങ്ങനെ എഴുതാം 0.6 minus 1 equal to minus 66 into 6 396 divided by n into n square minus 1. So that implies minus 0.40 is equal to minus 396 divided by n into n square minus 1. So that means n into n square minus 1 equal to minus 396 divided by minus 0.40. Minus 0.4. That means 990. The ഒരു കാരണവശാലും quadratic equation ഒന്നും ആക്കാൻ നിൽക്കരുത്. n into n square minus 1 equal to 990. So n നെ എത്ര കൊടുത്താൽ n നെ 9 കൊടുത്താൽ ഇത് സ്യൂട്ട് ആകും ഒരിക്കലും ഇല്ല. n നെ 10 കൊടുത്താലോ 10 into 10 square 100 minus 1 99 into 10 exactly നമുക്ക് എത്ര കിട്ടും 990 എന്ന് കിട്ടും. Therefore n is equal to 10. Choice method. ഇത്രയും കിട്ടിയിട്ട് ഒരിക്കലും ക്വാഡ്രാറ്റിക് ഇക്വേഷനോ ക്യൂബിക് ഇക്വേഷനോ ആവശ്യമില്ലാതെ നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരരുത്. നേരെ നമ്മൾ ആൻസറിലേക്ക് വന്നു. n is equal to 10. Two variables are uncorrelated. Their regression lines are parallel, perpendicular, obviously perpendicular. The next one, if A and B are two independent events, P of A union B 2 by 5, P of B 1 by 3, then P of A. So P of independent events ആണെങ്കിൽ P of A intersection B equal to P of A into P of B വരും. P of B തന്നിട്ടുണ്ട് P of A intersection B. P of A intersection B നമുക്ക് P of A ആണ് കണ്ടുപിടിക്കുന്നത്. P of Aക്ക് x എന്ന് കൊടുക്കാം, P of Bക്ക് 2 by 5. So that implies P of A intersection B equal to P of B 2 by 5 അല്ല 1 by 5 1 by 3 ആണല്ലേ 1 by 3. That means x by 3 എന്ന് കിട്ടും. P of A intersection B x by 3. Then P of A union B നമുക്ക് എങ്ങനെ എഴുതാം P of A plus P of B minus P of A intersection B. That implies 2 by 5 equal to x plus P of B എത്രയാണ് 1 by 3 minus x by 3. So 2 by 5 equal to 3x minus x plus 1. Divided by 3. B 1 by 3 A intersection B x by 3. So that implies 2 by 5 equal to x minus 2x plus 1 divided by 3. So that implies cross multiplication.
6 equal to 10x plus 5. That implies 10x equal to 1. That implies x is equal to 1 by 10. X is equal to 1 by 10. So independent events ആണ് P of A intersection B, P of A into P of B എടുത്തത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. The next one. A bag contains 12 balls, of which 3 are red, 5 are 12 balls. That means 3 red, 9. So remaining 9 obviously other than red ആയിരിക്കും അല്ലേ? 9 others. 5 balls are drawn random. Find the probability that the 5 balls, that the 5 balls 3 are red. So that means നമുക്ക് 5 ബോൾ ഡ്രോ ചെയ്യണം. അതിൽ 3 എണ്ണം റെഡ് ആയിരിക്കണം. നമുക്ക് റെഡ് ബോൾസ് എവിടെ നിന്ന് മാത്രമേ ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ? റെഡ് ബോളിൽ നിന്ന് മാത്രമേ. ദാറ്റ് മീൻസ് 3 എണ്ണം എന്തായിരിക്കണം? 3C3 റെഡ് ബോൾസ് ആയിരിക്കണം. ആൻഡ് റിമൈനിങ് 2 ഈ 9ൽ നിന്നായിരിക്കണം. 9C2 ദ ഹോൾ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ആയതുകൊണ്ട് ടോട്ടൽ ഔട്ട്കം 12C5 1 into 9 into 8 divided by, so 36. 12C5 12 factorial divided by 7 factorial into 5 factorial. 12 into 11 into 10 9 into 8 divided by 20. So that means 36 divided by 7, 92. Simplifyable 1 divided by 22. 1 divided by 22. So probability question ആണ്. Total 12. 3 റെഡ് ആണെന്ന് പറയുമ്പോൾ റിമൈനിങ് 9 റെഡ് അല്ലാത്ത എന്ത് കളറും ആകാം. നമുക്ക് 5 എണ്ണം ഡ്രോ ചെയ്യണം. അതിൽ 3 എണ്ണം റെഡ് ആയിരിക്കണം. സോ റെഡ് ബോൾസ് എവിടെ നിന്ന് മാത്രമേ ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ? റെഡ് ബോൾസിൽ നിന്ന് 3 ബോൾസിൽ നിന്ന് 3 എണ്ണം ഡ്രോ ചെയ്യണം. റിമൈനിങ് 2 എണ്ണം ഇവിടെ നിന്നായിരിക്കണം. ആൻഡ് ഇംപ്ലൈസ് മൾട്ടിപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം 12C5. Then next one. Standard deviation of a Poisson distribution is 2. Then its mod. So standard deviation 2 ആണ് Poisson distribution എങ്കിൽ that implies variance 4. So mean variance, mean equal to variance ആണ് Poisson distribution. That implies mu m equal to 4. m integer ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബൈ മോഡൽ. സോ മോഡ്സ് എന്തൊക്കെ വരും? m and m minus 1. That means 4 and 4 minus 1 3. So എത്രയൊക്കെ ആയിരിക്കും? മോഡ്സ് ആർ 3 and 4. 3 and 4. Modes are 3 and 4. Then next one. For a Poisson distribution x equal to x equal to, for a Poisson distribution e raised to minus m. So and m raised to x1 ആണെങ്കിൽ, so p of x equal to 1 equal to p of x equal to 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So e raised to minus m into m raised to 1 x ന് e raised to minus m into m raised to x divided by x factorial function വരുന്നത്, divided by 1 factorial. E raised to minus m into m square divided by 2 factorial. രണ്ട് സൈഡിലും cancel ഇവിടെ ഒരു m പോവും, m മിച്ചം വരും. So that implies m is equal to 2. m is equal to 2. m is equal to 2. The next one, ranks of 2 characteristics by 2 judges are inverse order.
നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ റാങ്ക് കൊടുത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു ജഡ്ജ് 1 വന്നാൽ റാങ്ക് ബൈ ജഡ്ജ് 1 RX ഇത് 1 2 3 4 5 എക്സാമ്പിൾ എടുത്ത് 5 എടുക്കുകയാണ്. രണ്ടാമത്തെ ജഡ്ജ് J2 നമുക്ക് നേരെ ഓപ്പോസിറ്റ് 5 4 3 2 1. ദെൻ നമുക്ക് ഡി എന്ന് പറയുന്നത് ജഡ്ജ് 1ൻ്റെ മൈനസ് ജഡ്ജ് 2. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര കിട്ടും 4 1 മൈനസ് 4 മൈനസ് 2 ദെൻ 0 2 4 d square 16 4 0 4 16. That means 40. Spearman's rank correlation coefficient formula എന്താണ്? R is equal to 1 minus 6 sigma d square divided by n into n square minus 1. 1 minus 6 into 40 divided by n5 എല്ലാം എടുത്ത് 5 ജഡ്ജസ് 5 റാങ്കിലെടുത്ത് 5 into 5 square minus 1. That means 1 minus 240 divided by 5 into 24. One minus 2, that means minus 1. Minus 1. Next one. The average salary of 50 men is 80. Average salary of 50 men is 80. So that means sigma x എത്ര വരും 80 into 50 4,000. But it was found that the salary of two of them were 46 and 28. It was wrongly taken as. So that means 4,000 minus 64 80 wrong ആയിട്ടുള്ളത് ഡിഡക്റ്റ് ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്തു. $4,000 minus 64 minus 82 plus 46 plus 28 equal to 3,928. 3,928 ആണ് 50 ആൾക്കാരുടെ. ദെൻ ആക്ച്വൽ ആവറേജ് 3,928 ആണ് ആക്ച്വൽ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺസ് 50 divided by 50 is equal to 78.56. 78.56. 78.56. Then interquartile range. Quartile deviation എന്ന് പറയുന്നത് സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ്. സോ എന്ന് പറയുന്നത് Q3 minus Q1 divided by 2 ആണ്. Then inter quartile range എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടും ഉണ്ട്. That means Q3 minus Q1 ഇതിനെ എത്രയാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് മീൻസ് ഡബിൾ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഡബിൾ ആണ് എന്ത് വരുന്നത് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ്. സോ സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ദാറ്റ് മീൻസ് ക്വാർട്ടൈൽ ഡീവിയേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ദാറ്റ് മീൻസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഡബിൾ ആണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ദെൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദ മീൻ ഓഫ് 10 ഒബ്സർവേഷൻസ് ഈസ് 250. Mean of the data is 10. Find the coefficient of variation. Coefficient of variation. Sum of squares of deviation from a mean. So sigma x minus x bar square 250. N 10 mean 10 and find the coefficient of variation. So coefficient of variation formula is standard deviation divided by mean into 100.
സോ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ divided by n. So that means root of 250 divided by 10. Root of 25, 5. So 5 divided by 10 into 100. That 50 percentage. 50 percentage. 50 percentage. Then next one. Covariance between x variables x and y is 25, variance x and y are respectively 36 and 25, then coefficient of correlation. So R equal to covariance of xy, standard deviation of x into standard deviation of y ആണ്. Covariance വന്നിട്ടുണ്ട് 25 ആണ്. Then variance ആണ് വന്നിരിക്കുന്നത്. So standard deviation of x root of 36 6 വരും. Standard deviation of y root of 25 5 വരും. 6 into 5. So that means 5 by 6 എന്ന് പറയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. 5 divided by 6 എത്രയാണ്? 0.8333 അപ്പോൾ നമ്മുടെ ചോയ്സിലായിട്ട് എടുത്ത് വരുന്നത് 0.833. Then next one. The index number of price at a place in the year 2008 is 255 with the 2004 as the base year. So 2004 base year 2004 എത്രയാണ് 100 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. Then 2008 പ്രൈസ് എത്രയാണ് 225. That means increase 115. Therefore percentage of increase നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. Increase in price divided by base price into 100. That means 115 divided by 100 into 100 125 അല്ലേ 125 215 അല്ല 225 ആണ്. So 125 percentage 125% ആണ് average increase. Then next one. In a pack of playing cards with 2 jokers, that means 52 cards ഉണ്ട്, 2 ജോക്കറും കൂടെ ആകുമ്പോൾ 54 cards ഉണ്ട്. Probability of getting a king spade. So spade king ഒന്നേ ഉള്ളൂ, divided by total outcome 54. So that means 1 divided by 54, അതായത് 1C1 divided by 54C1 എന്നാണ് ആക്ച്വലി വരുന്നത്. കോമ്പിനേഷൻ 1 എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം തന്നെ വരും. അതുകൊണ്ട് നമ്മൾ നേരെ 1 divided by 54 കോമ്പിനേഷൻ എന്ന് എഴുതിയോടെ സമയം കളയരുത്. The variance of a standard normal distribution. So standard normal distribution follows in 0 and variance 1 sigma 0 and standard deviation variance 1. Then next one. For a Poisson distribution P of x equal to 3 equal to 5 into P of x equal to 5. P of x equal to 3 നമുക്ക് ഇങ്ങനെ എഴുതാം. e raised to minus m into m raised to 3 divided by 3 factorial equal to 5 into e raised to minus m into m raised to 5 divided by 5 factorial. So രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. മിച്ചം m സ്ക്വയർ ഉണ്ട്. ഇവിടെ 3 പോയി കഴിഞ്ഞാൽ 5 into 4. So again നമുക്ക് 5 get cancel. Cross multiply ചെയ്താൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് LHSൽ 1 ഉള്ളൂ. That means m square equal to 4. That implies m is equal to 2. Poisson distributionൽ m എന്ന് പറയുന്നത് എന്താണ് വേരിയൻസ് ആണ്. So that implies standard deviation is equal to root 2. The root of 2. That last one.
ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ നോട്ട് സാറ്റിസ്ഫൈസ്. ഏതാണ്? സർക്കുലാർ ടെസ്റ്റ്. സർക്കുലാർ ടെസ്റ്റ്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ ട്രിപ്പിൾ ഐയുടെ മോക്ക് ടെസ്റ്റിൻ്റെ ആൻസേഴ്സ് വരുന്നത്. സോ ഇതിൻ്റെ PDF ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. സോൾവ് ചെയ്തതിൻ്റെ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. സോ നെക്സ്റ്റ് ഡേ നമ്മൾ ICAയുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ 2 നമ്മൾ നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യും. സോ അവിടെ കാണാം. ഓക്കെ, താങ്ക് യു.